മക്കളും പ്രവാസിയും കഠിനാധ്വാനവും അല്ലെങ്കിൽ പ്രവാസിയും സമ്പാദനവും ഇതൊക്കെ നമ്മൾ പറയേണ്ടതാണ്. ഇതൊക്കെ പ്രവാസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇന്ന് നമ്മൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനത്തിലെ പ്രവാസി എന്ന വിഷയമേ സംസാരിക്കുന്നുള്ളൂ. പ്രവാസി എന്ന് പറഞ്ഞാൽ അന്യനാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അന്യദിക്കിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആൾ. നമ്മളൊക്കെ പ്രവാസികളായത് ഇന്ത്യയിലെ തെക്കേ അറ്റത്ത് നിൽക്കുന്ന സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് എന്തോ ചില ലക്ഷ്യങ്ങളുടെ പേരിൽ നാട് വിട്ട് നമ്മൾ ഈ പ്രദേശത്ത് വന്ന് താമസിക്കുന്നത് കൊണ്ടാണ് ജിദ്ദയിലെ മലയാളികളായ പ്രവാസികൾ എന്ന് നമ്മെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ നാട് വിട്ട് വന്നതിന് എന്തോ ലക്ഷ്യമുണ്ടാകും. ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാസിയായിട്ടുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവാസിയായിട്ടുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പ്രവാസിയായിട്ടുണ്ട്. ലോകത്ത് അറിയപ്പെട്ട പ്രവാചകന്മാരെല്ലാം പ്രവാസ ജീവിതം നയിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അവരൊക്കെ പ്രവാസ ജീവിതം നയിക്കാൻ കാരണമായത് ചില കാര്യങ്ങളായിരുന്നു. അവരൊക്കെ പ്രവാസികളാകാൻ വിധിക്കപ്പെട്ടത് ചില കാരണങ്ങളായിരുന്നു. ഇതിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മനാട്ടിൽ പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്ത് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. മഹാന്മാരായ സ്വഹാബികൾ സ്വന്തം നാട് വിട്ടുപോകുന്നത് എപ്പോഴാണ്? മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ധിക്കാരിയായ ഫിർഔന്റെ ഭീഷണി ഭയപ്പെട്ടുകൊണ്ടാണ് മഹാനവറുകൾ ഈജിപ്തിന്റെ മരുഭൂമി താണ്ടിയിട്ട് വാദി ശുഐബ് അലൈഹിസ്സലാമിന്റെ നാട്ടിലേക്ക് മഹാനവറുകൾ എത്തിച്ചേരുന്നതും അവിടെ താമസിക്കുന്നതും. അപ്പൊ ചരിത്രത്തിൽ പല ആളുകളും പ്രവാസികളായിട്ടുണ്ട്. പല കാരണങ്ങളാണ്, ഒരുപാട് കാരണങ്ങൾ. എന്നാൽ നമ്മൾ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ അരച്ചാൻ വയറിന്റെ പ്രശ്നത്തിന് എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? എന്താ പറയാ? എന്താ പറയാ? വലിയൊരു ചിന്ത. എന്റെ അയൽവാസിന്റെ വീട് പോലെ വീടാണ്, അതിന്റെ അടുത്ത് നമ്മളതാവുമ്പോ അതിന്റെ ഒരു മൂലക്ക് എത്തണ്ടേ എന്ന് കരുതിയിട്ട് കയറി പോകുന്നതാണ്. എന്റെ അയൽപ്പക്കത്തുള്ളവന്റെ കുട്ടി പഠിക്കുന്നത് MBBS-നാണ്. അപ്പൊ എന്റെ മോളെ MBBS-ന് പഠിച്ചിട്ടില്ലെങ്കിലും മെഡിസിന് പഠിച്ചിട്ടില്ല, ദന്തൽ ഡോക്ടറെങ്കിലും ആക്കണ്ടേ, അല്ലെങ്കിൽ ഒരു മോശമല്ലേ? എന്ത് ലക്ഷ്യത്തിനാണ് നമ്മൾ കയറി പോകുന്നത് എന്ന് ചിന്തിക്കണം നമ്മൾ. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഒരാൾ പ്രവാസിയായി തീരുന്നത് അയാൾ അതിന്റെ പ്രാരംഭം യാത്രയാണ്. ശ്രദ്ധിക്കണേ, ഒരാൾ പ്രവാസിയാകുന്നതിന്റെ പ്രാരംഭം യാത്രയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ യാത്ര പോലും വലിയ മഹത്തരമായ സംഗതിയാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. സാധാരണ യാത്ര, ഹലാലായ യാത്ര പോലും വിശുദ്ധ ഇസ്ലാം കാണുന്നത് മഹത്തരമായിട്ടാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാനിത് പറയുമ്പോൾ ചിന്തിക്കേണ്ട നേരം, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരുന്ന രംഗമില്ല, അതൊക്കെ നിങ്ങൾ ആലോചിക്കണം. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ ഹദീസുമായിട്ട് പറഞ്ഞു പോകും അല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന ഒരു രംഗമില്ലേ? ഒരിക്കൊരാളിനോട് പറഞ്ഞു, സാറേ ആദ്യത്തെ തവണ പോകുമ്പോൾ നല്ല ആവേശമാണ്. കാരണം എന്താ, പെണ്ണിട്ടിട്ടില്ല. പിന്നെ ഈ ഗൾഫൊക്കെ കാണാനൊരു പൂതി. ഒരാളൊരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ വിചാരിച്ചത് റിയാലാത്തൊക്കെ റോട്ടിൽ ഇങ്ങനെ കിടക്കലാണെന്നാണ്. ഇങ്ങനെ എടുക്കലാണ്. കാരണം എന്താ, നാട്ടിൽ അയാൾ എന്നോട് പറഞ്ഞു, നാട്ടിൽ ഗൾഫിൽ നിന്ന് വരുന്ന ആള് അയാളിങ്ങനെ ആ പാൻറ്റും പിന്നെ കോട്ടും ഷൂ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ അയാൾ പുരട്ടിയ അത്തറിൻ്റെ മണമൊക്കെ ഇങ്ങനെ കേൾക്കും, ഇങ്ങനെ അനുഭവിക്കുമ്പോൾ ഞാൻ വിചാരിക്കണത് പൈസയൊക്കെ വെറുതെ കിടക്കുകയാണ് ഇവിടെ എന്നാണ്. വന്നപ്പോഴല്ലേ കഥ തിരിഞ്ഞത്. അയാൾ എന്നോട് പറഞ്ഞു, ആദ്യത്തെ വരെ ഞാൻ വരുമ്പോൾ ഭയങ്കര ആവേശത്തിലാണ് വന്ന്, ഗൾഫ് കണ്ടിട്ടില്ല. എന്നാൽ അയാൾ പറഞ്ഞു, 2 കൊല്ലം ഞാൻ ഇന്ന് തിരിച്ചു നാട്ടിലേക്ക് പോയി. വിവാഹം കഴിഞ്ഞു, 4 മാസം ഞാൻ നാട്ടിൽ നിന്നിട്ട് ഞാൻ രണ്ടാമത് വരുന്നൊരു രംഗമുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അയാൾ എന്നോട് പറഞ്ഞത്, അറക്കാൻ കൊണ്ടുപോകുന്ന പോത്തിനെ, മലപ്പുറക്കാരനെ പറഞ്ഞു കൊണ്ട് അങ്ങനെ പറഞ്ഞു,
അറക്കാൻ കൊണ്ടുപോകുന്ന പോത്തിനെ കൊണ്ടുപോകുന്ന പോലെയാണ് എയർപോർട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ കാല് എടുത്തു വെച്ചിട്ടും പോയില്ല. ആദ്യത്തെ തവണ എയർപോർട്ടിൽ കയറിയിട്ട് ഒരൊറ്റ പോക്കിന് പോകുന്നതാണ്, ഒരൊറ്റ വരവ്. രണ്ടാമത്തെ തവണ അങ്ങനെയല്ല, ഓളുണ്ട് യാത്രയാക്കാൻ വന്നിട്ടുണ്ട്, പോയി പിന്നെ എന്നിട്ട് അവസാനം ബോർഡിംഗ് കഴിഞ്ഞ് അവസാനം നമ്മൾ ചെക്കിംഗ് കഴിഞ്ഞിട്ട് ചെക്കിംഗ് കൗണ്ടറിൽ നിന്ന് എമിഗ്രേഷനിലേക്ക് പോകുമ്പോൾ അവസാനത്തെ ഒരു നോക്ക്, ഇനി കാണൂന്ന് പോലും അറിയില്ല ആ ഒരു നോക്ക്. യാത്രയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറയുന്നത് ആ യാത്രയുടെ മഹത്വം എന്ത് എന്ന് പുണ്യനബി പറയുന്നുണ്ട്. അല്ലാത്ത യാത്രയെക്കുറിച്ച് ഞാൻ പറയണത്, ഈ യാത്രയെക്കുറിച്ച് എന്തിനാ പറയണത്? അപ്പൊ ഒരു ഗൾഫുകാരന്റെ പ്രവാസിയാകാൻ പോകുന്ന ഒരാളുടെ യാത്രയുടെ മഹത്വം എത്ര ഗംഭീരമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുവാനാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സലാസു ദഅവാത് മുസ്തജാബാത്, 3 പ്രാർത്ഥനകൾ ഉത്തരമുള്ള പ്രാർത്ഥനകളാണ്. ലാ ശക്ക ഫീഹിന്ന, അങ്ങനെ പുണ്യനബി പറഞ്ഞു. 3 പ്രാർത്ഥനകൾ ഉത്തരമുള്ള പ്രാർത്ഥനകളാണ്. ലാ ശക്ക ഫീഹിന്ന, അതിൽ സംശയമേ ഇല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ദഅവത്തുൽ മദ്ലൂമി അലല്ലാലിം, അക്രമിക്കപ്പെട്ടാൽ അക്രമിക്കെതിരായി നടത്തുന്ന പ്രാർത്ഥന ദുആക്ക് ഉത്തരമുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെയാണ്. ശാരീരികമായ അക്രമത്തെക്കാളും വലിയ അക്രമമാണ് മാനസികമായ പീഡനം. മാനസികമായ പീഡനം. നമ്മൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഭയങ്കരമായ അതിക്രമങ്ങൾ നടക്കണ്ടല്ലോ. അവരുടെ ഖൽബിൽ നിന്ന് ഉയരുന്ന വിളിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശിലേക്ക് ചെന്നലക്കുന്ന വിളിയാണത്. ദഅവത്തുൽ മദ്ലൂമി അലല്ലാലിം, അക്രമിക്കെതിരായി അക്രമിക്കപ്പെട്ടവൻ ചെയ്യുന്ന ദുആ. വദഅവത്തുൽ വാലിദൈനി അലാ വലദിഹിമാ, മാതാപിതാക്കൾ മക്കൾക്കെതിരായി നടത്തുന്ന പ്രാർത്ഥനയും ദുആക്ക് ഉത്തരമുള്ള പ്രാർത്ഥനയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3-മത്തേത് ശ്രദ്ധിക്കണേ, നിങ്ങൾക്കൊക്കെ ഇത് കിട്ടുന്നതാണ്. ദഅവത്തുൽ മുസാഫിർ, ഹലാലായി യാത്ര ചെയ്യുന്ന ആരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ലീവിൽ പോയിട്ട് നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ദ്വാരന്നോലും ദ്വാരപ്പിച്ചോലും കൈവൊക്കെയാണ് നിങ്ങളൊക്കെ ഉഷാറാ. ആദ്യത്തെ വരവിൽ ദ്വാരപ്പിക്കല്ലേ. എന്താ കാരണം? ഇത് എവിടെ എത്താന്ന് അറിയുമല്ലോ, അതുകൊണ്ട് പേടിയാണ്. പേടിച്ചിട്ട് ഉസാമറൊക്കെ വിളിച്ച് അല്ലെങ്കിൽ എവിടെയൊക്കെ പോയി എല്ലാവർക്കും ഔഷധമൊക്കെ കൊടുത്ത് എല്ലാം ദ്വാരപ്പിച്ചിട്ട് അവർ നല്ലപോലെ ചിന്തിക്കണം. ഞാൻ പറയുന്നത് 2-മത്തതിന് പ്രാർത്ഥന ഉണ്ടാകാറില്ല. കാരണം എന്താ? ഇനിയിപ്പോ ദ്വാരന്നിട്ട് എനിക്കിപ്പോ കിട്ടിയതിനേക്കാളും വലിയൊരു ശമ്പളമുള്ള ജോലി കിട്ടാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. അല്ലേ? ദഅവത്തുൽ മുസാഫിർ, ഹലാലായി യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ യാത്രയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ അള്ളാഹുവിന് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. യാത്ര ചെയ്യാ റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനും ഉംറയ്ക്കുള്ള യാത്ര മാത്രമല്ല, ഹലാലായ ഏതു യാത്രയാണെങ്കിലും ആ യാത്രക്കാർക്കെല്ലാം അല്ലാഹു ജംഅ ഖസ്ർ എന്ന ആനുകൂല്യം കൊടുത്തത്. എന്നാണല്ലോ 4 റക്അത്തുള്ളത് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഒരാൾ എങ്ങോട്ട് പോവാ? ചൈനയ്ക്ക് പോവാ. എന്തിനാ പോണേ? എന്തിനാണ്? പർച്ചേസിങ്ങിന് പോവാണ്. എന്തിനയാൾ പർച്ചേസ് ചെയ്യണേ? അയാളെ ജിദ്ദയിലുള്ള സ്ഥാപനത്തിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഹലാലാണ് യാത്ര. ആ യാത്രയിൽ പോലും അയാൾക്ക് 4 റക്അത്തുള്ള നിസ്കാരം 2ആയി ചുരുക്കി നിസ്കരിക്കാം. അതേപോലെ 2 സമയമുള്ള നിസ്കാരം ഒന്നിച്ചു നിസ്കരിക്കാവുന്നതാണ്. ജംഉം ഖസ്റും ആനുകൂല്യം അല്ലാഹു കൊടുത്തതാണ്. ആനുകൂല്യം കൊടുക്കല് സന്തോഷം ഉണ്ടാവുമ്പോൾ അല്ലേ? 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 ആണ്. സൗദി ഗവൺമെന്റ് പോലും ആനുകൂല്യം കൊടുക്കൽ എന്താ? ജയിലിലുള്ള മുഴുവൻ പുറത്തേക്ക് പോയിക്കോളി എന്ന് പറയല് ഒരു പക്ഷേ അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ പെരുന്നാളിനാണ്, അല്ലേ റമദാനിനാണ്. അങ്ങനെയാണ് പറയാം. സന്തോഷമുണ്ടാകുമ്പോഴാണ് ആനുകൂല്യം പറയാറുള്ളത്. ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത്
ഇസ്ലാം പ്രവാസി എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് പറയാനാ ഞാനിത് ഈ വിഷയം പറയുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ കാലാലാന്നാ നിൽക്കണമെന്ന് പറഞ്ഞിട്ടല്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവരും പറയലെന്താ അല്ലേ? എല്ലാവരും എപ്പോഴും പറയേണ്ട ഒരു വാക്കുണ്ട്, ഉസ്താദേ നമ്മളെ ഊറ്റി കുടിക്കാന്നല്ലാതെ നമ്മളൊരു കാര്യത്തിന് ആർക്കും വേണ്ട എന്ന് പറയാറ്. ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് പറയാനാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ. അതുകൊണ്ട് ആ പുണ്യപൂമാന്റെ കൂടെ നിൽക്കണേ എന്ന് പറയാൻ. അതിനാ നമ്മൾ ഈ വിഷയം പറഞ്ഞു വരുന്നത്. അപ്പൊ ജമ്മ ഖസ്ർ എന്ന ആനുകൂല്യം അല്ലാഹു സാധാരണ യാത്രക്കാർക്ക് തന്നെ കൊടുത്തതാണ്. എന്തുകൊണ്ട്? യാത്ര ഹലാലാണെങ്കിൽ പോലും അല്ലാഹു വല്ലാത്ത ഇഷ്ടമാണ് യാത്ര. എന്നാൽ നിങ്ങളെല്ലാം ഉപജീവനം തേടി വന്നവരായിരിക്കും ഇവിടെ അല്ലേ? നമ്മളെ നാട്ടിൽ നിങ്ങൾ മദീനത്ത് പോകാറുണ്ടല്ലോ, ഇടയ്ക്കിടെ സിയാറത്തിന് സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞല്ലോ. മദീനത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 1,20,000 സ്വഹാബികൾ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന് മദീനയുടെ ചരിത്രം രേഖപ്പെടുത്തുന്നത് 10,000-ൽ താഴെ സ്വഹാബികൾ മാത്രമാണ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വരെയുള്ള എല്ലാ സ്വഹാബികളും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലാണ്. ചൈനയിൽ പോലും സ്വഹാബിയുണ്ട്. ചൈനയിലേക്ക് ആ സ്വഹാബി പോയത് എന്തിനാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായി ചൈനയിലേക്ക് പോയത് ബിസിനസ് സംരംഭം തുടങ്ങാൻ പോയതല്ല. അലാ ഈ സന്ദേശം എത്തിയവർ ഇതെത്തിയിട്ടില്ലാത്തവർ എത്തിച്ചു കൊടുക്കണേ എന്ന അറഫായുടെ മണ്ണിലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആഹ്വാനം കേട്ടു പോയതാണവർ. പായക്കപ്പൽ കയറിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നു. അതുകൊണ്ടാണ് കന്യാകുമാരി മുതൽ മഞ്ചേശ്വരം വരെ യാത്ര ചെയ്യുന്ന ഒരാൾ പല സ്വഹാബികളുടെയും ഖബറുകൾ കാണാൻ കഴിയുന്നത്. കോഴിക്കോട് നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയമാണല്ലോ. കോഴിക്കോട് ഒരു സ്ഥലമുണ്ട്, മുഖദാർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. മുഖദാർ എന്ന ആ സ്ഥലത്തിന് പേര് വരാൻ കാരണം മുഗീറത്തുദ്ദാർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. മഹാനായ മുഗീറ റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന സ്ഥലമാണത്. അതാണ് മുഖദാർ എന്ന് അറിയപ്പെടുന്നത്. ഞാൻ പറയുന്നത് അവരൊക്കെ വന്നത് ആരച്ചാൻവാരിന്റെ പട്ടത്തിനായിരുന്നില്ല. അവർ വന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ നമ്മൾ പ്രവാസികളായത് നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടിയാണ്. മോശമല്ല അത്. കുടുംബത്തിന്റെ ആവശ്യത്തിനായാലും ഉപജീവനത്തിന് യാത്ര ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂല. അല്ലാഹുവാണ് ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് അല്ലാഹുവാണ്. ഫംശൂ ഫീ മനാകിബിഹാ. അതുകൊണ്ട് ഭൂമിയിലൂടെ നിങ്ങൾക്ക് ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുമോ അങ്ങോട്ടൊക്കെ നിങ്ങൾ സഞ്ചരിച്ചോളൂ. വകുലൂ മിൻ റിസ്ഖിഹി. എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്തോളൂ. എന്താ പറഞ്ഞേ? നിങ്ങൾ ഭൂമിയിൽ എവിടൊക്കെ നിങ്ങൾക്ക് പോകാൻ പോയോ അവിടൊക്കെ നിങ്ങൾ പോയിക്കോളേ. വിസല്ലാതെ പോണെന്നതിന് അർത്ഥമല്ല കേട്ടോ. വിസക്ക മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ലോകമെല്ലാം ഒന്ന് എന്നാണ്. അല്ലാഹ് പറഞ്ഞിട്ടില്ല നിങ്ങൾ വിസ എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിസല്ലാതെ വരണമെന്നല്ല കേട്ടോ. വിസല്ലാതെ രാജ്യത്ത് തങ്ങാൻ പാടില്ല. രാജ്യത്തിന്റെ നിയമം പാലിക്കണം എന്നാണ്. അതെല്ലാ രാജ്യങ്ങളും ഓരോ നിയമങ്ങൾ ഉണ്ടാക്കിയതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എവിടെയെല്ലാം പോകാൻ കഴിയുമോ നിങ്ങൾ പോയിക്കോളൂ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ് നിങ്ങൾക്ക് അല്ലാഹ് തരുന്ന ഭക്ഷണം തിന്നും ചെയ്തോളീന്ന. അപ്പൊ അതിനൊരു സൂചന ഉണ്ട്. ജിദ്ദയിൽ വന്നാ കഴിക്കേണ്ടത് ചോറും മീൻകറിയും അല്ല. ഓരോ രാജ്യത്ത് പോയാലും ആ രാജ്യത്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന സൂചന ഇതിലുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുകയും ചെയ്തോളൂ. അല്ലാഹുവിലേക്കാണ് മടക്കമെന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. ഇതിനായി ഭക്ഷണം കഴിച്ചോളി എന്ന് പറഞ്ഞ് മനുഷ്യന് കാര്യമായി അധ്വാനിക്കുന്നത് എന്തിനാ? മിണ്ടുന്നില്ല. നിങ്ങൾ മിണ്ടൂല. നിങ്ങൾക്കറിയാ മനുഷ്യനെ കാര്യമായി അധ്വാനിക്കുന്നത് എന്തിനാ? അതിനാണ്. നിങ്ങളെന്താ അത്ഭുതത്തോട് നോക്കണേ?
അതിനല്ലേ, അതിനാണ് ഭക്ഷണം കഴിക്കാനാ മനുഷ്യൻ അധ്വാനിക്കണത്. വേറെ ഒന്നുമില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. വീടില്ലെങ്കിൽ എന്താ, വളരെ സുഖം. വീടില്ലെങ്കിൽ ഒരു ടെൻഷനില്ലല്ലോ, കറണ്ടിന്റെ ബില്ല് എടുക്കണ ചിന്ത പോലും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കോഴിക്കോട് കടയുടെ തിണ്ണയിലും നിങ്ങൾ കണ്ടിട്ടില്ല എത്ര മനുഷ്യന്മാർ കടന്നുറങ്ങണേ. എന്താ പോലെ ഉറക്കം, ഓലെ അടുത്ത് നായ കടന്നുറങ്ങുന്നുണ്ട്, അതുപോലും പോലെ അറിയുന്നില്ല. അത്ര ഗാഢമായ ഉറക്കമാണ് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വേറെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അധ്വാനത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യമത. അതുകൊണ്ടാണ് അല്ലാഹു ഭക്ഷണം എടുത്തു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഏത് ഭാഗത്തേക്ക് നിങ്ങൾ പോയിട്ടും നിങ്ങൾ അധ്വാനിച്ചോളൂ എന്നാണ് ഖുർആൻ പറഞ്ഞത്, അല്ലാഹു പറഞ്ഞത്. അപ്പോ അധ്വാനിക്കാനായി ഉപജീവനത്തിനായി യാത്ര ചെയ്യുക എന്നത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹുവിന് അങ്ങനെയുള്ള യാത്ര ഇഷ്ടമാണ് എന്നർത്ഥം. മഹാനായ വഹബ് ഇബ്നു മുഹനബ്ബിഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഹഖ്ഖുൻ അലൽ ആഖിൽ ഹഖ്ഖുൻ അലൽ ആഖിൽ അല്ലാ യലഅന ഇല്ലാ ഫീ സലാസ്. ബുദ്ധിമാൻ 3 കാര്യത്തിനല്ലാതെ യാത്ര ചെയ്യില്ല. ശ്രദ്ധിക്കണേ, ബുദ്ധിമാൻ 3 കാര്യത്തിനല്ലാതെ യാത്ര ചെയ്യില്ല. സാദുൽ ലിമാൻ, ഒന്നുകിൽ അയാളുടെ ആ യാത്ര കൊണ്ട് ഉഖറബിയായ ലോകത്തേക്ക് വല്ല നേട്ടവും കിട്ടണം, അങ്ങനെയുള്ള യാത്രയെ ബുദ്ധിമാൻ ചെയ്യാറുള്ളൂ. ഔ ഹിർഫതൻ ലിമാഅഷ്, അല്ലെങ്കിൽ ഉപജീവനത്തിനായി ഒരു ജോലിക്ക് വേണ്ടി യാത്ര ചെയ്യുക. ഒന്നുകിൽ ഉഖറബിയായ ലോകത്തെ ജീവിതത്തിന് നേട്ടമുണ്ടാകുന്ന രീതിയിലുള്ള യാത്ര, അല്ലെങ്കിൽ ഉപജീവനത്തിനായി ഒരു ജോലിക്ക് വേണ്ടിയുള്ള യാത്ര. ഔ ലദ്ദ ഫീ ഗൈരി മുഹറം ഫീ ഔ ലദ്ദത്തുൻ, അല്ലെങ്കിൽ ഫീ ഗൈരി ഹറാമിൻ, ഹറാമല്ലാത്ത കാര്യത്തിലുള്ള ഹറാമല്ലാത്ത രീതിയിലുള്ള ആസ്വാദനത്തിനുള്ള യാത്ര. ഹറാമായ ആസ്വാദനത്തിനാവരുത്, ഹറാം അല്ലാത്ത ആസ്വാദനത്തിന്റെ യാത്ര. അതിനും തെറ്റില്ല. തിരിഞ്ഞില്ല, മനസ്സിലായില്ല? തായ്ലൻഡിക്ക് ടൂർ പോകാൻ പറ്റൂല. നിങ്ങൾക്ക് ഒരു ചെറിയ ഭാഷയിൽ പറയാം, ടൂറേ പോകാൻ പാടില്ല എന്നല്ല, അത് പറഞ്ഞതിന് അർത്ഥം നിങ്ങൾക്ക് തിരിയില്ലേ? മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹറാമല്ലാത്ത ഒരു മനസ്സിന് ഒരു ആശ്വാസം കിട്ടാൻ ഒരു യാത്ര, ആ യാത്രയിൽ ഒരു ഹറാമും ഇല്ല, കുഴപ്പമില്ല. ആ യാത്ര ഇസ്ലാം അനുവദിച്ച യാത്രയാണ്, കുഴപ്പമില്ല. ഒരാള് ഇടുക്കിയിൽ പോവാണ്, എന്നിട്ടോ അടിമാലിയിലൂടെ അല്ലെങ്കിൽ മുന്നാറിലൂടെ അയാൾ സഞ്ചരിക്കുന്നു. മലകളിലൂടെ കാടുകളിലൂടെ അയാൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മലയും കുന്നും വെള്ളച്ചാട്ടവും കാണുമ്പോൾ മനസ്സിനൊരു നിർവൃതിയും. പിന്നെയോ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത്. ഇതൊക്കെ അങ്ങനെ പ്രകൃതി ഇങ്ങനെ കാണുമ്പോൾ മനസ്സിനൊരു ആശ്വാസവും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയും. ആ യാത്രയൊന്നും ഇസ്ലാം വിലക്കിയിട്ടില്ല. പിന്നെ അന്യ പെമ്പറന്നോളെ പെരടിക്ക് നോക്കാൻ യാത്ര ചെയ്യാം. ഞാൻ ആ വാക്ക് പറയുമ്പോൾ ഓർമ്മയാണ് ചെറുശേരുസാനെ, അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ പറയുന്നത്. ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ മുമ്പിലുള്ള പെണ്ണിന്റെ പെരടിക്ക് നോക്കേണ്ട ചങ്ങായി ദിക്ർ ചൊല്ലിയിരുന്നോ എന്ന് പറയും. അല്ലാഹു ആ മഹാനുഭാവന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഹറാമല്ലാത്ത മനസ്സിന് കുളിർമയേകുന്ന യാത്രയും ഇസ്ലാം വിലക്കിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഉപജീവനത്തിനായി യാത്ര ചെയ്യുക എന്നത് അല്ലാഹുവിന് ഇഷ്ടം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്രദ്ധിക്കണേ, നിങ്ങളൊക്കെ ചെയ്ത യാത്രയെക്കുറിച്ച് റസൂലുള്ളാഹിന്റെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ അധ്യാപനം എന്താണ്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറയുകയാണ്, ത്വലബുൽ ഹലാലി ജിഹാദ്, ഹലാൽ സമ്പാദിക്കണമെന്ന് കരുതിയിട്ട് ഒരാൾ യാത്ര ചെയ്യുന്നത്, ഹലാലായ സമ്പാദനത്തിനായി ഒരാൾ ഇറങ്ങിപ്പുറപ്പെടുന്നത് ജിഹാദ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് സമമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊക്കെ ചെയ്ത യാത്രയെക്കുറിച്ച് പുണ്യനബി പറയാണ്, ഹലാല് മാത്രം, പടച്ചോനെ ഹലാല് മാത്രം എനിക്ക് കഴിക്കണം അല്ലാഹുവേ, എന്റെ മക്കൾക്ക് ഞാൻ ഹലാല് മാത്രമേ ഭക്ഷിപ്പിക്കുകയുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചു. അതിനായിരുന്നു അയാൾ പ്രവാസ ജീവിതം തെരഞ്ഞെടുത്തതെങ്കിൽ വീട്ടിൽ നിന്ന് അയാൾ ഇറങ്ങി പുറപ്പെട്ടത് ബദറിന്റെയും ഉഹദിന്റെയും രണഭൂമിയിലേക്ക് സ്വഹാബികൾ ഇറങ്ങി പുറപ്പെട്ടതിന് സമമാണെന്ന് മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞു തരുന്ന? നിങ്ങൾ കുറേ കാലമായി നമ്മൾ പ്രവാസിയായി ജീവിക്കുന്നു. എവിടെ പോയാലും നമുക്ക് അവഗണനയും നഷ്ടബോധങ്ങളുമല്ലാതെ ഒന്നുമില്ല. ഇവിടെ നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഞാനല്ല, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലമതിക്കാനാവാത്ത മുത്തുവാക്കുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. എന്തിനത് നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. പ്രവാചക ദർശനത്തിലെ പ്രവാസി എന്ന വിഷയം നമ്മൾ തെരഞ്ഞെടുത്തതിനാ. ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഇപ്പൊ ഞാൻ ഹജ്ജിന് വരുമ്പോൾ പറഞ്ഞു, എന്നോട് ഒരാൾ പറഞ്ഞു, യാത്ര ഫ്ലൈറ്റ് ആയിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ, ആ ദുബായിൽ ഫ്ലൈറ്റ് കത്തിയതിനു ശേഷം ഫ്ലൈറ്റ് കയറാൻ പേടിയാണ്. ഒമാനിൽ നിന്നൊരാൾ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, 55 വയസ്സുണ്ടയാൾ. അയാൾ വീട്ടിലേക്ക് കയറിയിട്ട് ഭാര്യയോട് പറഞ്ഞത്രേ, ഫ്ലൈറ്റ് കത്തിയ വാർത്ത വന്നപ്പോൾ അയാൾ പറഞ്ഞത്രേ, ഇനി ഞാൻ പോവില്ല. അപ്പോൾ പറഞ്ഞത്രേ, അങ്ങനെ പോവാഞ്ഞാ പറ്റുമോ, നമ്മൾ വെട്ടിനിയായി പോലെ. കേൾക്കണം നിങ്ങൾ, ഫ്ലൈറ്റ് കത്തി എന്ന് തന്നെ വെക്കുക. തലബുൽ ഹലാൽ ജിഹാദ്. വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഹറാമായ ഒരു ഫീസ് പോലും എന്റെ സമ്പാദനത്തിൽ വരില്ല റബ്ബേ, ഹലാല് മാത്രം സമ്പാദിക്കാൻ ഞാൻ പുറപ്പെടുന്നുവെന്ന നീയത്തിലാ നിങ്ങൾ പോന്നതെങ്കിൽ കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായാലും നിങ്ങൾ ചെയ്തത് ജിഹാദാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്നഹു ഖാൽ, ഹസൻ റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. ഒരു ദിവസം ഖാലൂ യാ റസൂലല്ലാഹ്, അവരെല്ലാം സ്വഹാബികൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത്. പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ് നബിയേ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കസ്ബുൽ ഹലാൽ, ഹലാൽ സമ്പാദിക്കലാണ്. അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹലാല് സമ്പാദിക്കുക. നല്ല മനസ്സിലാക്കണേ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു നമ്മുടെ സദസ്സ് ദുആക്കുത്തലുള്ള സദസ്സാകട്ടെ. എനിക്കൊരു സമയമായി ഞാൻ നിർത്തും. അതിൻ്റെ മുമ്പ് നിർത്തണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്പം ഞാൻ നിർത്തും ചെയ്യട്ടെ. തീരണമെന്നൊന്നുമില്ല. ഇനി ഒരു കൂടി ഇതേ സ്ഥലത്ത് തന്നെ ഒരുമിച്ച് കൂടേണ്ടിയുണ്ടെന്ന് തോന്നുന്നല്ലേ ഷാക്കിർ ഭായ്? നമ്മളെ ഈ ഷാക്കിറിൻ്റെ ഇന്ത്യയൊക്കെ നാട് വന്ന ആക്കോടാണ്. അവിടെ ഉണ്ട് ഒരു ഇസ്ലാമിക് സെൻറ്റർ ആക്കോട് എന്ന് പറഞ്ഞൊരു സംരംഭമുണ്ട്. കുറേ എത്തീമായ കുട്ടികൾ, ഹിഫ്ദിലെ കുട്ടികൾ, 800 ചില്ലാനം കുട്ടികൾ പഠിക്കേണ്ട ഒരു സ്ഥാപനമാണ്. അത് ഒരു പരിചയപ്പെടുത്തുന്ന പരിപാടി. നിങ്ങളെഴുതും അതിലും പിരിക്കാനാണ്, മാഫി, ഫ്രീ ആയിട്ടുള്ള പരിപാടിയാണ്. കടവും കാര്യമൊക്കെ സ്ഥാപനത്തിനുണ്ട്, പക്ഷേ പിരിക്കാത്തൊരു പരിപാടി നടത്തണം തോന്നിയിട്ട് നമ്മൾ അങ്ങനെ തീരുമാനിച്ചതാണ്. അപ്പം അതിന് വരുന്ന എന്താ ചെറിയ ചിലവ് കിട്ടുക എന്നല്ലാതെ സ്ഥാപനത്തിൽ പിരിക്കാത്തൊരു പരിപാടി 2-ാം തീയതി നടത്തുന്നുണ്ട്. 2-ാം തീയതി. അപ്പോൾ ഒന്നിവിടെ വരാനുണ്ട്. ഇതന്നെ നമുക്ക് പറയണമെങ്കിൽ ബാക്കി പറയും ചെയ്യും. കുറേ പറയാനുള്ള വിഷയമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറയുന്നത് കസ്ബുൽ ഹലാൽ, ഹലാൽ മാത്രം സമ്പാദിക്കാൻ ഒരാൾ തീരുമാനിക്കുക. വഅൻതമോ വലിസാനുക റത്ബും മിൻ ദിക്രില്ലാഹ്, ദിക്ർ ചൊല്ലിയിട്ട് അങ്ങനെ മരിക്കുകയും ചെയ്യുക. കാളമ്പാടി ഉസ്താദ് മരിച്ചുമായി ഏറ്റവും അടുത്ത് സമസ്തയുടെ മഹോന്നതരായ നേതാക്കളിൽ നമ്മളോട് വിട പറഞ്ഞു പോയ മഹാനായ കോയക്കുട്ടി ഉസ്താദ് വഫാത്തായ പോലെ ഒരു മരിക്കാൻ പോണതിന്റെ മുമ്പ് ഒരു മനുഷ്യൻ മക്കളോടും പേരക്കുട്ടികളോടൊക്കെ പറയാം, എല്ലാവരും വരി എന്നിട്ടോ സാധാരണ വീട്ടിൽ നടക്കാറുള്ള ദിക്ർ എല്ലാരോടും ചൊല്ലിപ്പിക്കുക. എല്ലാരോടും ദിക്ർ ചൊല്ലാൻ പറഞ്ഞു. എന്നിട്ട് യാസീൻ ഓതാൻ പറയാ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് ഈ മഹാൻ തന്നെ അതുവരെ അവരോടൊപ്പം യാസീൻ ഓതുക. എന്നിട്ട് യാസീൻ ഓതുന്നതിന്റെ ഇടയ്ക്ക് ലോകത്തോട് വിട പറയാനും കഴിയുക. വലിയ സൗഭാഗ്യമാണ്. പുണ്യനബി പറയാണ്, ഒരു മനുഷ്യന് ഭൂമിയിൽ കിട്ടുന്ന വലിയ സൗഭാഗ്യമാണത്. പഠിച്ചോനെ, അവരെയൊക്കെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് തരണേ റബ്ബേ, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ യാത്ര പോലും പവിത്രമെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യാത്രയിലെ നിസ്കാരമൊന്നും കളയാൻ പാടില്ല. സാധേ സുബൈക്ക് ഫ്ലൈറ്റിലായ എങ്ങനെ ഇപ്പൊ സുബൈക്ക് നിസ്കരിക്കാം? ഉതുടുക്കാനുള്ള സംവിധാനമില്ല, ഒന്നും ചെയ്യണ്ട. മുമ്പിൽ ഇരിക്കണോന്റെ ഈ സീറ്റില്ലേ, ആ സീറ്റിന്റെ ബാക്കിൽ അടിച്ചു തയമ്മം ചെയ്യാം. ഫതയമ്മമു സഈദൻ തയ്യിബൻ, മണ്ണെണ്ണ വേണമെന്നില്ല. മദ്ഹബിലെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണത്. അവിടെയാണ് ഇഖ്തിലാഫു അഇമ്മത്തി റഹ്മ.
എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായ ഭിന്നതകൾ എന്റെ ഉമ്മത്തിന് റഹ്മത്താ. ഫ്ലൈറ്റിൽ മണ്ണ് കിട്ടൂല. അപ്പൊ മുമ്പിലിരിക്കണോന്റെ സീറ്റിന്റെ ബേക്കിൽ, മുമ്പിലിരിക്കണോന്റെ ബേക്കിലടിക്കരുത്. അപ്പോ മുമ്പിൽ ഇരിക്കുന്നവന്റെ സീറ്റിന്റെ ബേക്കിലടിക്കുക. ഞാൻ തയമ്മം ചെയ്യുന്നു, വലിയ നിസ്കാരത്തെ ഹലാലാക്കുന്നു, മുഖം തടവുക, എന്നിട്ടോ പിന്നെ കയ്യും തടവുക, എന്നിട്ടോ സീറ്റിൽ ഇരുന്നിട്ട് നിസ്കരിക്കുക, സമയം പരിഗണിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണി, എപ്പോഴെങ്കിലും ഒരു ഫ്ലൈറ്റ് അപകടം എന്നൊക്കെ അല്ലേ നമ്മൾ കേൾക്കണുള്ളൂ അല്ലേ? ഫ്ലൈറ്റിൽ വെച്ച് പോലും ചെയ്യുന്ന അതിക്രമങ്ങൾ കണ്ടാൽ എല്ലാ ഫ്ലൈറ്റും കൊഴിഞ്ഞു വീകണമെന്ന് തോന്നിപ്പോകും. ആ കൊലത്തിൽ അക്രമം പടച്ച റബ്ബ് റഹ്മാനായതുകൊണ്ടാണ്. അല്ലാഹു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ അല്ലേ? എന്നോട് ഒരാൾ പറഞ്ഞു, സാറേ നല്ല സുഖം, തിരുവനന്തപുരത്തു നിന്നോ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കയറിയാൽ ടിക്കറ്റിൻ്റെ റേറ്റും കുറവാണ്, നാട്ടുകാരും ഉണ്ടാവില്ല. ജിദ്ദക്കാരോടല്ല പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായ? നാട്ടുകാരും ഉണ്ടാവില്ല. മുന്നോട്ടൊന്നും നോക്കി ആരും കാണില്ല, ബേക്കിലേക്ക് നോക്കി ആരുമില്ല, വലത്ത് നോക്കി ആരുമില്ല, ഇടത്ത് നോക്കി ആരുമില്ല. പിന്നെന്താ 5 മണിക്കൂർ കിക്കായി കിടക്കണേന്? പണ്ടൊരു അറബി ലണ്ടനിലേക്കിട്ട് ചികിത്സിക്കാൻ പോവാം. മലയാളിയാണ് അയാളെ പ്രൈവറ്റ് സെക്രട്ടറി. ഇവിടെ രണ്ടാളോട് ഇങ്ങനെ പോണ സമയത്ത് അറബി വൈൻ ചോദിച്ചു. അപ്പം മലയാളി പറഞ്ഞു ഹറാം, അർബാബ് ഖംറു ഹറാം. അയാൾ ദുബൈക്കാരൻ്റെ അടുത്താന്ന് തോന്നുന്നു, അവിടെ അർബാബ് എന്നാണ് വിളിക്കുക. അർബാബ് ഖംറു ഹറാം. അയാൾ പറഞ്ഞു നാം ഹറാം, അനാരിഫ്, എനിക്കറിയാം ഹറാമാന്ന് എനിക്കറിയാം. അൽ ഖുർആനു നസല ഇലൽ അർള്, ഖുർആൻ ഭൂമിക്കാണ് ഇറങ്ങി. അൽ ഖംറു ഹറാമുൻ ഫിൽ അർള്, കള്ള് ഭൂമിയിലാണ് ഹറാം. നഹ്നു അൽ ആൻ മാ ഫിസ് സമാ വലാ ഫിൽ അർള്, നമ്മൾ ആകാശത്തുമല്ല ഭൂമിയിലുമല്ല. ഞാൻ പറയുന്നത് അതുകൊണ്ട് നിസ്കാരം ഖളാ ആക്കരുത്. പവിത്രമാണ് നിങ്ങളുടെ യാത്ര. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ജിഹാദിനോട് തുല്യമാണ് നിങ്ങളുടെ യാത്ര. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ അങ്ങനെ നമ്മൾ വന്ന എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോകുന്നു. റൂമിലേക്ക് പോയുള്ള സ്ഥിതി എന്താ? നമ്മളാ കൊടുന്ന പെട്ടിയൊക്കെ കട്ടിലിന്റെ ചോട്ടക്ക് വെക്കുക. ആ പെട്ടിനോട് പറയണ, ഇനി 2 കൊല്ലം കഴിഞ്ഞ് കഫീൽ എക്സിറ്റ് അടിച്ചാൽ നമുക്ക് നാട് കാണാം എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന ബോക്സ് നിങ്ങൾ കട്ടിലിനിടയിലേക്ക് വെക്കുന്നൊരു രംഗമുണ്ട്. മാത്രല്ല, ഞാൻ ഈ ജിദ്ദയിലും താമസിച്ചിട്ടുണ്ട്. എൻ്റെ മരുമക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങന്മാരുടെ കുട്ടികളുണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ. ഞാൻ ദുബായിൽ ഞാൻ താമസിച്ച ഒരു റൂമുണ്ട്. പറഞ്ഞാൽ ഇവൽക്കൊക്കെ മനസ്സിലാവുക റൂം ഏതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ 1 മാസം എനിക്ക് താമസിക്കാൻ അവസരം തന്നത് ബർദുബയിലായിരുന്നു വന്ന് താമസിച്ചിരുന്നത്. ബർദുബയിൽ താമസിച്ചപ്പോൾ ആ റൂമിൽ എനിക്ക് ഈ നിയമമൊന്നും അറിയില്ല, ആദ്യമായിട്ട് ഗൾഫിക്ക് പോവാം. ഞാൻ കയറി നോക്കുന്ന സമയത്ത് കട്ടില കട്ടിക്കാണ്, 3 അട്ടിക്കാണ് കട്ടിൽ. ഞാനിത് ആദ്യമായിട്ട് കാണാം. ഞാൻ അവരോട് ചോദിച്ചത് എന്താ? അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ശമ്പളം കുറവാണ്, റൂമിന് ഭയങ്കര റെന്റാണ്, അപ്പോൾ റെന്റ് താങ്ങാനും കഴിയില്ല, അപ്പം ശമ്പളമൊന്നും ബാക്കി ഉണ്ടാവില്ല കുട്ടിയൊക്കെ അയച്ചു കൊടുക്കാൻ, അതിനാണ്. മേലെ അട്ടിയിൽ 50 റിയാൽ, 50 ദിർഹം, 100 ദിർഹം ഒക്കെ കുറവുണ്ടാവും. ഏറ്റവും 3ാമത്തെ നിലയിലുള്ള കട്ടിലേക്ക് കയറുന്നത് കോണി വെച്ചിട്ടാ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്. എനിക്കറിയൊന്നുമില്ല. 3 ദിവസമുള്ള ഒരാൾ അതിഥിയാണ്. ഇവലൊക്കെ 3 ദിവസം എന്തൊക്കെ ഒരു അശ്വാരസുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി തിരിഞ്ഞില്ല. 4ാമത്തെ ദിവസം എന്നോട് ആ റൂമിൽ ഏറ്റവും പരിചയപ്പെട്ട ഒരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് എങ്ങോട്ട് വരി, നിങ്ങൾക്ക് ഈ ഗൾഫ് ജീവിതം ഒന്നും അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് 3 ദിവസങ്ങൾ നമ്മൾ അതിഥിയാണല്ലോ, അപ്പം 4ാമത്തെ ദിവസത്തേക്ക് കിടക്കല്ലേ, ആതിഥേയത്വം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇനി റൂമിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഒച്ചയിൽ തുറക്കരുത്. എന്താ കാരണം? 24 മണിക്കൂർ ഉറങ്ങണ ആളുണ്ട് ആ റൂമിൽ ലൈറ്റ് ഇടരുത്. എന്നോട് പറഞ്ഞതാ, ഞാൻ ഇപ്പോഴും ഓർക്കാം, ലൈറ്റ് ഇടരുത് നിങ്ങൾ റൂമിൽ. എന്താ? എല്ലാ ഡ്യൂട്ടി മാറി വന്ന് കിടക്കുന്ന ആളുകളാണ്. ലൈറ്റ് ഇട്ടാൽ ഒരു ഉറക്ക് വരൂലാണ്. 1 മാസം ഞാൻ ആ റൂമിൽ നിന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, ആ റൂം വെളിച്ചം കണ്ടിട്ടേ ഇല്ല. 2 കൊല്ലം ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ആൾ 2 മാസമേ വീട്ടിൽ നിൽക്കുന്നുള്ളൂ. കണ്ടും തിരിച്ചു വരുന്നത് ഈ പ്രയാസത്തിലേക്ക്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഭാര്യന്റെ അടുത്തുനിന്ന് ചിലപ്പോൾ നല്ല വർത്താനം കിട്ടിക്കൊള്ളുന്നില്ല. ഉമ്മയും പാപ്പയും ചിലപ്പോൾ പരാധീനതകൾ ബാക്കിയായിരിക്കാം അവർക്ക്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 14 നൂറ്റാണ്ട് മുമ്പ് നിങ്ങളെ തലോടി കടന്നു പോയിട്ടുണ്ട്. നാട്ടുകാർക്കും പരാതി തീരൂല, ഓന് നാളെ കാണാന്ന് പറഞ്ഞിട്ട് ഓൻ പോയല്ലോ എന്നാണ് നാട്ടുകാർ പറയുക. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വ ഇന്നല്ലാഹ തആല യുഹിബ്ബുൽ അബ്ദൽ മുഹ്തരിഫ്, ജോലി ചെയ്യുന്ന അടിമയെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. കുടുംബത്തെ പോറ്റാൻ വേണ്ടി ജോലി ചെയ്യുക, അധ്വാനിക്കുക, കഠിനാധ്വാനം ചെയ്യുക, അങ്ങനെയുള്ള അടിമയെ റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങനെയല്ലോ. നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒന്നുകിൽ ഒരു കൈത്തൊഴിലായിരിക്കും അല്ലേ, അധികം ആൾക്കാരും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കണം, അല്ലെങ്കിൽ കച്ചവടമാവും. കൈത്തൊഴിലാണെങ്കിലും കച്ചവടമാണെങ്കിലും രണ്ടും റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. ജോലി ചെയ്യുന്ന അടിമയെ റബ്ബിന് വലിയ ഇഷ്ടമാണ്. ഇനി മറ്റൊരു ഹദീസ് കേട്ടോളൂ, മറ്റൊരു വാക്യം കേട്ടോളൂ. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാൻ, മൻ ലസിമൽ മസ്ജിദ, ഒരാൾ 24 മണിക്കൂറും പള്ളിയിൽ ഇരിക്കും, വതറകൽ ഹർഫ, ജോലി ചെയ്യൂല, ജോലി ചെയ്യാതെ പള്ളിയിൽ പോയി കുത്തിരിക്കുക, എന്നിട്ട് ആൾക്കാർ എന്താണോ കൊടുക്കണത് അതൊക്കെ വാങ്ങിയിട്ട് ജീവിക്കുക, ഫഖദ് അൽഹഫ ഫിസ്സുആൽ, അയാൾ യാചകന്റെ ഗണത്തിലാണെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അധ്വാനിക്കുക എന്നുള്ളത് റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. മഹാനായ റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്നഹു ഖാല, മഹാനവറുകൾ പറയുന്നു, ആളുകൾ ചോദിച്ചു പുണ്യനബിയോട്, യാ റസൂലല്ലാഹ് അയ്യുൽ കസ്ബി അത്യബു, ഏറ്റവും നല്ല വരുമാനം ഏതാണ് നബിയെ? നല്ലോണം കേൾക്കണേ, ഏറ്റവും നല്ല പൈസ ഏതാണ്? ഒരാളെ കയ്യിലുള്ള പൈസയിൽ ഏറ്റവും നല്ല പൈസ ഏതാണ്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അമലുർ റജുലി ബിയദി, ഒരാൾ തന്റെ കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് ഏറ്റവും നല്ല പൈസ. അപ്പൊ അങ്ങാടി കൂടെ 4 നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കിട്ടുന്ന 25,000-ത്തേക്കാളും നല്ലത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന 500-600 ആണ്. തിരിഞ്ഞില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ല, 4 നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വന്നാൽ തിരിഞ്ഞോ? നിങ്ങൾ ഏത് ലോകം, നിങ്ങൾ മഹാസാധുക്കളാണ്. അതന്നെയാണ് റിയൽ എസ്റ്റേറ്റ്. 4 നടത്താം അങ്ങോട്ട് ഇങ്ങോട്ടും, ഇത്ര മറിഞ്ഞത് ലക്ഷങ്ങളാണ്. അതിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടമുള്ളത്, അല്ലാഹുവിന്റെ ഹബീബ് പറയാം, അമലുർ റജുലി ബിയദി, ഒരാൾ തന്റെ കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്, സമ്പത്താണ് അല്ലാഹുവിന് ഇഷ്ടം. പങ്ങളൊക്കെ കയ്യിൽ പല പൈസ ഉണ്ടാവും. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോട്ടേതാര്യങ്ങള് കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കിയിട്ടുണ്ടാക്കിയ പൈസയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 14 മണിക്കൂർ, ഞാൻ ഓർക്കുന്നു 10 കൊല്ലം മുമ്പ് ഞാൻ ദമാമിൽ പോയപ്പോൾ എൻ്റെ നാട്ടുകാരനായ ഒരാളെ ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ നെട്ടിപ്പോയി. സ്കൂളിൽ പഠിക്കുന്ന സമയം ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, പിന്നെ അവിടെ നിന്നാണ് കാണുന്നത്. ദമാമിൽ ഞാൻ പഠിക്കാൻ പോയതാണല്ലോ, കണ്ടപ്പോൾ എല്ലും തോലുമായിട്ടുണ്ട്. അതേ മനുഷ്യനെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ കണ്ടു. നാട്ടിൽ വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറായിണം. അപ്പോൾ ആ കൂട്ടുകാരനാണ്, ആളെ ഞാൻ പറയില്ല. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്നെ വന്നപ്പോൾ എന്നോട് 2 മാസം. ഞാൻ പറഞ്ഞു തടിയൊക്കെ ഉഷാറായല്ലോ. അപ്പം എന്നോട് ഉസ്താദേ, അവിടെ 18 മണിക്കൂറാണ് ജോലി. എവിടെയാണ്? ഷവർമ്മ കടയിലാണ്, കഫേലിന്റെ 18 മണിക്കൂറാണ് ജോലി. വേദനിക്കുന്ന ഹൃദയത്തിന് മുകളിൽ പിന്നെയും ഞാൻ വേദന കൊണ്ട് കുത്തുകയില്ല. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ആശ്വാസത്തിന്റെ വാക്കുകളുണ്ട്. 18 മണിക്കൂർ ജോലി അയാൾ എന്നോട് പറയാൻ, ഉറങ്ങാൻ സമയം കിട്ടാറില്ല. ജോലി ചെയ്താൽ തന്നെ ശമ്പളം എപ്പോഴെങ്കിലുമൊക്കെ അയാൾ തന്നെങ്കിലായി. വിഷയിൽ ഞാൻ വിട്ടുപോയതാണ്. പിന്നെ കുടുംബം പോറ്റാനല്ലേ നാട്ടിലേക്ക് വരുമ്പോൾ അയാൾ കണക്ക് തീർത്ത് പണം തരാറുണ്ട്. 18 മണിക്കൂർ ഞാൻ ജോലി ചെയ്ത് റൂമിലേക്ക് എത്തുമ്പോഴേക്ക്, പിന്നെ ഒന്ന് അലക്കിയിട്ട് ഭക്ഷണം കഴിച്ചുറങ്ങുമ്പോഴേക്ക് 20 മണിക്കൂർ അങ്ങനെ പോകും. 4 മണിക്കൂറേ ഞാൻ ഉറങ്ങാറുള്ളൂ എന്ന് ദമാമിൽ ഒരു സഹോദരൻ പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ്. അമലുർ റജുലി ബിയദി, ഒരാൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന പണമാണ് ഒരാളുടെ പോക്കറ്റിലുള്ള മറ്റേത് പണത്തെക്കാളും അല്ലാഹുവിന് ഇഷ്ടമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മിഖ്ദാം ഇബ്നു മഅദി ഖരിബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്.
അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി തങ്ങൾ പറയുന്നത് മഹാനവറുകൾ കേട്ടു. വറആഹു ബാസിതൻ യദ റസൂലുള്ള കൈ ഇങ്ങനെ നിവർത്തി ബാസിതൻ വിരിച്ചു വെച്ചുകൊണ്ടാണ് നിവർത്തി വെച്ചിട്ടാണ് പുണ്യ നബി ആ കാര്യം പറഞ്ഞത്. മാ അകല അഹദുൻ തആമൻ അഹബ്ബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ അമലി യദി കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന ഹലാലായ പണം കൊണ്ടൊരാൾ വാങ്ങി തിന്നുന്ന ഭക്ഷണത്തെക്കാളും അല്ലാഹുവിന് ഇഷ്ടമുള്ള ഭക്ഷണം വേറെയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മാത്രമല്ല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് അല്ലാഹു പറഞ്ഞതെന്താ? യാ അയ്യുഹർ റസൂൽ, ഓ മുർസലീങ്ങളായ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലതേ തിന്നാവൂ, നല്ലതേ തിന്നാവൂ. വഅമലൂ സ്വാലിഹാ, കഠിനാധ്വാനം ചെയ്ത് നല്ല ജോലികൾ ചെയ്ത് നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചോളൂ എന്നാണ് ഈ ആയത്തിന് ചില മഹാന്മാർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം. അപ്പൊ എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞത് കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ സമ്പാദിക്കണം എന്നാണ്. അങ്ങനെയല്ലോ. അപ്പോ കൈ തൊഴിൽ, കൈയോണ്ട് ചെയ്യുന്ന എല്ലാ ജോലിയും റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി അല്ലേ, നാട്ടിൽ ആശാരി എന്നൊക്കെ പറയാൻ ഭയങ്കര മടിയാണ് അല്ലേ. ഞാനൊക്കെ റിയാദിൽ പോയപ്പോൾ ഒരാളെ കണ്ടു, ഒരു 58 വയസ്സുണ്ടാവും. ഞാൻ ചോദിച്ചു നിങ്ങളെ ജോലി? എന്നോട് പറഞ്ഞു ഞാൻ ഐ ആം കാർപ്പൻ്റർ. ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, എൻ്റെ പേര് ആശാരിനാ. ഇനി മലയാളത്തിൽ പറഞ്ഞാൽ എന്താ കുഴപ്പം? നല്ല പണിയാണ്. കാന നൂഹുൻ അലൈഹിസ്സലാം നജ്ജാറ, നൂഹ് നബി ആശാരിയായിരുന്നു. ആശാരിമാരുടെ ഈ കൂട്ടത്തിൽ ഇനി ധൈര്യത്തിൽ കൈ പൊക്കാലോ? ഉണ്ടോ? ഉണ്ടോ? നല്ല പണിയാണ്, നല്ല പണിയാണ് ആശാരിപ്പണി. കണ്ണൂർ ജില്ല, മലപ്പുറത്ത് പിന്നെ കുറെ മുസ്ലിങ്ങൾ ആശാരിമാരുണ്ട്. കണ്ണൂർ ജില്ലയിൽ പോയിട്ട് ആശാരി എന്ന് പറഞ്ഞാൽ ഓല് ഇങ്ങനെ ഒരു പ്രത്യേക നോട്ടാ. എന്താ ആശാരിപ്പണി എന്നൊക്കെ പറഞ്ഞ പണിയല്ല, ഒരു പ്രവാചകനായിരുന്നു ആശാരി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാന ദാവൂദ് യഅമലുൽ ഖഫാർ വയബീഉ വയഅകുലു സമന. ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പ് കൊണ്ട് അങ്കി ഉണ്ടാക്കി വിൽക്കുന്ന ആളായിരുന്നു. ഇരുമ്പുമ്മൽ പണിയെടുക്കണ ആക്കാണ് നമ്മൾ എന്ത് പറയല്? എന്താ പറയാ? കൊല്ലൻ. ഇരുമ്പിന്മേൽ പണിയെടുക്കുന്ന ആൾക്കാണ് കൊല്ലൻ എന്ന് പറയാ. ദാവൂദ് അലൈഹിസ്സലാം ഇരുമ്പിൽ പണിയെടുത്ത ആളാണ്. നമ്മളൊന്നും ഒന്നുകൂടി ഉഷാറായിട്ട് പറയും, ഇൻഡസ്ട്രിയൽ വർക്കാണ്. അതന്നെയാണ് ഈ പരിപാടി. ഇരുമ്പിന്മേൽ പണിയെടുക്കുക, കൊല്ലപ്പണി എടുത്തിരുന്ന ആളായിരുന്നു ദാവൂദ്. ഉറക്ക ദാവൂദ് അലൈഹിസ്സലാം കയ്യിലുള്ള പണം അന്യർക്ക് സഹായിക്കേണ്ടതിന് പകരം പലിശക്ക് കൊടുത്തിട്ട് പണം ഇല്ലാത്തവന്റെ കരൾ പറിച്ചു ചോര ഊറ്റി കുടിക്കുന്ന പലിശ പണത്തെക്കാളും എത്രയോ ഭേദം ഇതല്ലേ എന്നല്ല. ഇത് പവിത്രമായ ജോലിയാ, മറ്റത് ഹറാമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം പാത്രം നിർമ്മിക്കുന്ന ആളായിരുന്നു. ഈ പണിയൊന്നും മോശമല്ല. ഇനി ഒരു ഹദീസ് കേട്ടോളിട്ട് ഞങ്ങൾ ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതലാളി 12-14 മണിക്കൂർ പണിയെടുക്കണം എന്ന അവസ്ഥയെ പറഞ്ഞ് ബേജാറാവണ്ട. പക്ഷെ മുതലാളി അങ്ങനെ ബുദ്ധിമുട്ടാക്കരുത്. നീ ഹദീസ് ഓൽക്ക് അനുകൂലമാക്കി മാറ്റും ചെയ്യരുത്, ബുദ്ധിമുട്ടാക്കരുത്. എപ്പോഴും തന്റെ കീഴിലുള്ളവരോട് കരുണ ചെയ്യണം. അതിനാണല്ലോ എന്തിനു പഠിപ്പിച്ച? അത് റിലീഫിന്റെ സദസ്സിൽ മാത്രം അതാണല്ലേ. കരുണ ചെയ്യാത്തവൻ അല്ലാഹുവിന്റെ കരുണ ലഭിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളൂ. ഹിശാം ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്നബിഹി അൻ ജദ്ദിഹി അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പുണ്യനബി തങ്ങൾ പറഞ്ഞു, ലഅയ്യഹുദ അഹദുകും ഹബ്ല, ഒരാൾ തന്റെ കയറ് എടുക്കുക, തുമ്മ യതിൽ ജബൽ, എന്നിട്ട് പർവതത്തിൽ പോവുക, തുമ്മ യജിഉ ബിഹസ്ബതിൻ മിൻ ഹതബിൻ, എന്നിട്ട് വിറക് വെട്ടിയിട്ട് അത് ഈ കയറ് കൊണ്ട് കെട്ടിയിട്ട് അയാൾ കൊണ്ടുവരാ, ഫയബിഹ, അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കുക, എന്നിട്ട് അതിന്റെ പണം കൊണ്ട് അയാൾ ജീവിക്കലാണ്. ഖൈറുൽ ലഹു മിൻ അയസ്അലന്നാസ്, ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാളും നല്ലത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞങ്ങളെ കയ്യിൽ തൊഴിലിന് അത്ര വലിയ പ്രാധാന്യമാണ് അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തത്. ഇനി വേറൊരു സംഭവം കേട്ടോണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, മക്സബത്തുൻ ഫീഹാ ബഅലുദ്ദനാ,
ചില താഴ്ന്ന ജോലികളാണ്, എന്നാൽ പോലും ഖൈറും മിൻ മസ്അലത്തിൻ നാസ്, താഴ്ന്ന ജോലിയാണ്, പേരിൽ അത് താഴ്ന്നതാണ്, പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഹലാലായ വരുമാനാണെങ്കിൽ അതാണ് നല്ലത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ അധ്വാനിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഹലാൽ മാത്രം ഭക്ഷിപ്പിക്കാനായി ഏത് ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഹലാലായ ജോലിയാണോ അതെല്ലാം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് മാത്രമല്ല, കേൾക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവൂലേ കിച്ചണിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടത്തല്ലേ ജോലി ചെയ്യുന്നത്. കേൾക്കൂ നിങ്ങൾ, ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയാൻ, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്, സ്വഹാബിയായ അബൂ ദർദാഇന്റെ ഭാര്യയാണ് ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ. മഹദി പറയാണ്, അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഖാന അബൂ ദർദാ ലയൂഖിദു തഹ്ത ഖിദ്രില്ലാ, ലയൂഖിദു തഹ്ത ഖിദ്രില്ലാ, ചട്ടി അടുപ്പത്ത്, ചട്ടിയുടെ അടിഭാഗത്ത് അടുപ്പിലൂതി തീ കത്തിച്ചു ഭക്ഷണമുണ്ടാക്കി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റു ജീവിച്ചിരുന്ന ആളായിരുന്നു അബൂ ദർദാ എന്ന് ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരാം. ഞാൻ പറയുന്നത് എന്തിന് ബേജാറാവണം? ഞാൻ എഞ്ചിനീയർ ആയില്ലല്ലോ എന്ന വേദന നിങ്ങൾക്ക് വേണ്ട. എത്ര കഷ്ടപ്പാടുണ്ടോ അത്രയും അല്ലാഹുവിന് നിങ്ങൾക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ് എന്ന ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലേ, രാവിലെ ചില ആളുകൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ നേരത്തെ തന്നെ കുളിച്ച് ഓനാ ഡ്രസ്സും യൂണിഫോമൊക്കെ അണിഞ്ഞാൽ നമുക്ക് തോന്നാ വല്ല ഹോസ്പിറ്റലിലെയും ലാബിലാണ് അവൻ്റെ പണിയുന്ന. അല്ല, അവൻ്റെ കമ്പനിന്റെ യൂണിഫോമാണ് ആ നീല. എന്താണ് അവന്റെ കമ്പനിയുടെ പണി? ക്ലീനിങ് പണിയാ. ഓനിങ്ങനെ കുളിച്ചൊരുങ്ങി ഷൂ ഒക്കെ ഇട്ട് ടൈ ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പോണ്ട് കണ്ടാൽ നമുക്ക് തോന്നും VIP ആണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി അല്ലേ, കരണ്ട് കൊല്ലത്തിൽ 2 ദിവസം മാത്രം നല്ല വസ്ത്രം ധരിക്കുന്ന ആളുകളുണ്ട്. ആരാണ്? പ്രവാസികളാണ്. ഒന്നപ്പോ ചെറിയൊരുന്നാളിന്, മറ്റൊന്ന് വലിയൊരുന്നാൾ, പിന്നെ നാട്ടു പോണ അന്ന്. നിങ്ങൾ കേൾക്കുമോ? ഹദീസ് കേൾക്കണേ നിങ്ങൾ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. കഅബ് ഇബ്നു ഉജ്ജ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഞാൻ എന്തിനാ ഈ ഒരു വിഷയം പറഞ്ഞാൽ, നിങ്ങൾ ഈ വിഷയത്തിലൊക്കെ ഉള്ള പുണ്യനബിന്റെ ഹദീസ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കേൾക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തത്. അല്ലാഹുവിന്റെ ഹബീബ് ഇതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ആ മുത്തിനെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത്രമാത്രം നമ്മളെ കൂടെ നിന്നൊരു ഹബീബിനെ ലോകത്ത് വേറെ ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ കഅബ് ഇബ്നു ഉജ്ജ റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല മർറ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുൽ. റസൂലുള്ളാഹിയും സ്വഹാബികൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ സദസ്സിന് അടുത്തുകൂടെ ഒരാൾ ഇങ്ങനെ നടന്നുപോയി. ഫറആ സ്വഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജലദിഹി വനശാതി. അയാൾ ഇങ്ങനെ പോകുമ്പോ എന്തൊരു ഉഷാറിലാണ് പോണറിയും. അയാൾ ആ പോക്ക് കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ അടുത്ത് നിൽക്കുന്ന സ്വഹാബികൾ ഫഖാലു, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്. ഇയാൾ എന്തൊരു ഉഷാറിലാണ് നബിയെ പോണത്. ഇയാൾ ഈ പോണ ആവേശമൊക്കെ അള്ളാന്റെ മാർഗത്തിലായിരുന്നു അയാൾ കാണിച്ചിരുന്നതെങ്കിൽ അയാൾക്ക് എത്രമാത്രം കൂലി കിട്ടുമായിരുന്നു നബിയെ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു. ഇയാൾ എങ്ങോട്ട് പോവാ? ഇയാൾ ജോലിക്ക് പോവാ. രാവിലെ തന്നെ കുളിച്ച് മുടിയൊക്കെ നല്ല വാർന്നു വെച്ച് നല്ല അടിപൊളി വസ്ത്രമൊക്കെ ധരിച്ചിട്ട് മുമ്പ് ഇങ്ങനെ പോവാണ്. ആ കാലത്ത് അടിപൊളി. അത് ഇന്നത്തെ കാലത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഷൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഖത്തറിൽ ഒരു റൂം കയറി. ഖത്തറിലൊരു സഹോദരൻ എന്നെ റൂമിൽ കൊണ്ടുപോയി. ഞാനും എന്നെ റൂമിൽ കൊണ്ടുപോകില്ലേ. റൂമൊക്കെ കയറിയൊക്കെ കുറേ ഷൂ ഉണ്ട് റൂമിന്റെ പുറത്ത്, ഒരുപാട് ഷൂ. അത് ഈ ഇസ്രാഫാട്ടമാണ്. കയറിയിട്ട് അപ്പൊ ഞാൻ ഒരു കട്ടിലും ഒരു തലയണക്കളി. ഞാൻ ചോദിച്ചു, ഇവിടെ എത്ര ആളാ? അപ്പം എന്നോട് ഉസ്താദേ ഞാൻ മാത്രം ഞാൻ നിങ്ങൾ മാത്രമാണ്. പിന്നെ പുറത്ത് കാണുന്ന ഷൂ ഒക്കെ ആരുതാന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു ഒക്കെ എൻ്റെതാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് 60 ഷൂ ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. അയാൾ ഉടനെ പറഞ്ഞു, 60 പാന്റ് ഉണ്ട്. എൻ്റെ ഓരോ പാൻറ്റിൻ്റെയും കളറിനനുസരിച്ചാണ് ആ ഷൂ. ഞാൻ ഓരോ ഓഫീസിൽ പോകുമ്പോഴും ഓരോന്നിനും ഷൂട്ടായ ഷൂ ധരിച്ചാണ് ഞാൻ പോകാറുള്ളത്. അപ്പൊ ഞാൻ അത് ശരിയെന്ന് പറയാനല്ല, അത് ഇസ്രാഫാണ്. പക്ഷേ
അയാൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പോകുന്നു. നല്ല ആവേശത്തിൽ ഈ സ്വഹാബി പോകുന്നത് കണ്ടപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിലായിരുന്നു, ഈ ആവേശം കാണിച്ചിരുന്നെങ്കിൽ അയാൾക്ക് എത്ര കൂലി കിട്ടുമായിരുന്നു. ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കൂടെയുള്ള സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, ഇൻ കാന ഖറജ യസ്ആ അലാ ബലദിൻ സിഗാർ, തന്റെ വീട്ടിലുള്ള കൊച്ചുമക്കൾ, ആ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. തൊട്ടടുത്തുള്ള മക്കളൊക്കെ പഠിക്കുന്നുണ്ടതുപോലെ തന്റെ മക്കളെയും നല്ല വിദ്യ പഠിപ്പിക്കണം. ഈ ലക്ഷ്യത്തിൽ ഹലാലായ സ്വത്താകണം ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന ലക്ഷ്യത്തിലാണ് അയാൾ ജോലിക്ക് പോകുന്നതെങ്കിൽ സ്വഹാബ, ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന ആളെ പോലെ തന്നെയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളെ പോലെ തന്നെയാണ്. വഇൻ കാന ഖറജ യസ്ആ അലാ നഫ്സി, ഇനിയാൾ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ യുഇഫുഹാ, ഒരാളോടും ജീവിതം കാലം അത്രയും യാചിക്കുകയില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ യാചിക്കുകയേ ഇല്ല, എന്റെ സ്വന്തം കാര്യമൊക്കെ എന്നാൽ തന്നെ കഴിഞ്ഞുകൂടണം എന്ന് കരുതിയിട്ടയാണ് അയാൾ അധ്വാനിക്കാൻ പോകുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അയാളും അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളെ പോലെ തന്നെയാണ്. വഇൻ കാന ഖറജ യസ്ആ അലാ ബവൈനി ശൈഖൈനി കബീറൈൻ, വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, അവർക്ക് മരുന്ന് വാങ്ങാൻ തന്നെ വേണം മാസത്തിൽ 15,000 ഉറുപ്പിക, ടെസ്റ്റുകൾക്ക് വേറെ വേണം, നാട്ടിൽ നിന്ന് ഒപ്പിക്കാൻ കഴിയുന്നില്ല. വാപ്പയെയും ഉമ്മായെയും അവരുടെ ജീവിതം ദുഷ്കരമായി പോകരുത് എന്ന് കരുതിയാണ് പ്രവാസ ജീവിതത്തിലേക്ക് അയാൾ കടന്നു വന്നത്. അതിനു വേണ്ടിയാണ് അയാൾ അധ്വാനിക്കുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവന് സമമാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ ഈ പ്രവാസിയെ കുറിച്ചുള്ള ഹദീസ് വായിച്ചപ്പോഴൊക്കെ ഞാൻ കണ്ടെന്തരങ്ങൾ, പ്രവാസി ചെയ്യുന്ന ഒരു ചെറിയ പണിക്ക് പോലും യുദ്ധത്തിന്റെ കൂലിയാണ് അല്ലാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ചത്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ എന്തിനാ അത് പറഞ്ഞറിയോ? ബാക്കി കാര്യങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രവാസ ലോകം വിട്ടു പോവില്ല, അത് പേടിച്ചിട്ട് ഞാൻ പറയില്ല. അത്രമാത്രം മഹത്തരമാണ് ഓരോ പ്രവാസി ചെയ്യുന്ന ഓരോ കാര്യത്തിനും യുദ്ധത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹുവിന്റെ ഹബീബ് വാഗ്ദത്തം ചെയ്തത്. എന്നാലും കേൾക്കണേ, വഇൻ കാന ഖറജ യസ്ആ റിയാഅൻ, ഒരാൾ രോഗമാന്യത്തിനാണ് പുറപ്പെട്ടത്, അയാൾക്ക് ജീവിക്കാനുള്ള അവസ്ഥ ഒക്കെ എവിടെ ഉണ്ട്? നിങ്ങളെ മിണ്ടുന്നില്ല. നാട്ടിൽ ഉണ്ട്. നാട്ടിൽ നിന്നാൽ തന്നെ മക്കളുടെ കുടുംബത്തിന്റെ കൂടെ ജീവിക്കാനൊക്കെ ഉള്ള അവസ്ഥ അയാൾക്കുണ്ട്. വാപ്പപ്പാരുണ്ടാക്കിയിട്ട സ്വത്തും കച്ചവടമൊക്കെ ഉണ്ട്. പിന്നെ അയാൾ വന്നതെന്തിനാ? പോരാ, ദുബായി പോയ ഇന്നാലിന്ന അമ്മദ് കുട്ടിക്കാരന്റെ മോൻ എന്നെക്കാൾ മറികടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾ അയാൾ ലോകമാന്യത്തിന് വേണ്ടിയാണ് അയാൾ വന്നത്. ഞാനാകണം ഏറ്റവും വലിയ മംഗലം കഴിക്കുന്ന ആൾ എന്റെ നാട്ടിൽ. എന്റെ വീടാകണം എന്റെ നാട്ടിലെ ഏറ്റവും വലിയ വീട്. എന്റെ നാട്ടിൽ ഏറ്റവും സൗകര്യമുള്ള വാഹനത്തിൽ സഞ്ചരിക്കുന്നത് ഞാനും എന്റെ കുടുംബവുമാകണം. ഈ ദുരഭിമാനത്തിന് വേണ്ടിയാണ് അയാൾ കയറി പോകുന്നതെങ്കിൽ അവൻ പിശാചിന്റെ മാർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞങ്ങൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് നീയത്ത് നന്നാക്കണം. ആരെങ്കിലും നീയത്ത് പയച്ചു പോയിട്ടുണ്ടെങ്കിൽ നന്നാക്കണം. അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹുവേ നീ മാപ്പാക്കണയല്ല. അങ്ങനെ രാവിലെ തന്നെ ജോലിക്ക് പോയി. വൈകുന്നേരം 16 മണിക്കൂർ ജോലി കഴിഞ്ഞ് തളർന്ന് വാടി ഇയാൾ റൂമിലേക്ക് എത്തുകയാണ്. എത്തിയ പാടെ റൂമിലേക്ക് അങ്ങ് കയറിയ പാടെ കറിയുണ്ട്. 3 ദിവസം മുമ്പ് വെച്ച കറിയാണ്. അതെന്നെ പിന്നെ ചൂടാക്കി, പിന്നെ ചൂടാക്കി, പിന്നെ ചൂടാക്കി. 38ാമത്തെ വയസ്സിലാണ് അറ്റാക്ക് വന്നത്. എങ്ങനെ വരാതിരിക്കും? 3 ദിവസം പഴക്കമുള്ള കറിയാണ് കൂട്ടാറുള്ളത്. നല്ല ടേസ്റ്റാ മീൻ കറിയാകുമ്പോ. എത്ര പഴുതാണോ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. എത്ര ചൂടാണോ അതിനനുസരിച്ച് അതിലെ എണ്ണ മാരകമായി മാറുകയും ചെയ്യുന്നുണ്ട്. അത് ചൂടാക്കണമെന്ന് കരുതി ഞാനൊന്ന് കടക്കട്ടെ എന്ന് കരുതി കടന്നതാ. 16 മണിക്കൂർ ജോലി ചെയ്ത് ക്ഷീണിച്ചവശനായാൽ ഉറങ്ങിപ്പോയി. അന്ന് രാത്രി ഭക്ഷണം പോലും കഴിച്ചില്ല. എന്നാൽ
കേൾക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് പറയാം, മൻ ബാതവാനിയം മിൻ ത്വലബിൽ ഹലാൽ, ഹലാൽ സമ്പാദിക്കാൻ വേണ്ടി ഒരാൾ കഠിനാധ്വാനം ചെയ്തിട്ട് ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോൾ പോലും വല്ലാഹു തആല അൻഹു ആ ഉറങ്ങണ പ്രവാസിയായ മനുഷ്യനെ അല്ലാഹ് അങ്ങനെ നോക്കിയിട്ട് റബ്ബ് സംതൃപ്തനാകുന്നുണ്ട്. എന്താ കാരണം? ഇയാൾ ക്ഷീണിച്ച് കിടക്കണത് ഹലാല് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, എൻ്റെ കുട്ടികളോട് കഴിപ്പിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇയാൾക്ക് ഹറാമായ മാർഗത്തിലൂടെ പണമുണ്ടാക്കാനുള്ള വഴികളുണ്ടായിട്ട് കൂടെ ഹലാലിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ചു പോയ ശരീരമാണ്. ആ ശരീരത്തെ അങ്ങനെ നോക്കിയിട്ട് അല്ലാഹു ഇങ്ങനെ സംതൃപ്തനാകുന്നുണ്ട് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച റബ്ബേ, ആ മഹത്വമെല്ലാം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അധികം താമസിയാതെ ഞാൻ അവസാനിപ്പിക്കും. കാരണം സമയം വളരെ പ്രധാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഈ വിഷയം പറഞ്ഞാൽ തീരാവതുമല്ല. അങ്ങനെ നിങ്ങൾ ഒരു മാസം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കി നിങ്ങൾ കിട്ടിയത് 1000 റിയാൽ ശമ്പളമാണ് വിചാരിച്ചോ. 1000 റിയാലാണ്. റൂമിന് കൊടുത്തു, ഭക്ഷണത്തിനൊക്കെ കൊടുത്തു വെക്കും. പിന്നെ ബാക്കിയുള്ളത് ഫോണിന്റെ ചെലവും സാബൂനും സോപ്പും ഒക്കെ വാങ്ങിയതിന്റെ ചെലവൊക്കെ കൂട്ടി വെക്കും. പിന്നെ 956 റിയാലും 75 ഫീൽസും ബാക്കിയുള്ളത്. അത് നിങ്ങൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നത് കുടുംബത്തിന്റെയും മക്കളുടെയും ചെലവിനാണ്. നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഓരോ തുണ്ട് കാശും അല്ലാഹുവിന്റെ ഹബീബ് വിലയിരുത്തിയിട്ടുണ്ട് 14 നൂറ്റാണ്ട് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കേൾക്കണട്ടങ്ങൾ. ഈ ഹദീസ് നിങ്ങൾ എപ്പോഴെങ്കിലും പൈസ ആക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഈ ആക്കണ ഈ പൈസ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ഭാര്യനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഞാൻ അയക്കണ പൈസ ഇടി അതിന്റെ വില എനിക്ക് അറിയോ എന്ന് നമ്മൾ ചോദിക്കല്ലേ? എങ്ങനെ നമ്മൾ ചോദിക്കലേ? ഇത് ഞാൻ എങ്ങനെ ഇറുക്കി വെച്ചുണ്ടാക്കിയ പൈസയാണെന്ന് അറിയാം, അതാ നമ്മൾ ചോദിക്കാം. എന്നാ അതിന്റെ വില എങ്ങനെയാണ് എന്ന് പുണ്യനബി 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കണം നമ്മൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്നഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി തങ്ങൾ പറഞ്ഞു, ദീനാറൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഒരു റുപ്പിക ദീനാർ, ഒരു ദീനാർ, ഞാനത് ഉറുപ്പിക എന്ന് നമ്മളെ ഭാഷയ്ക്കാണ് പറഞ്ഞു എന്നുള്ളൂ. വദീനാറൻ അൻഫഖ്തഹു ഫീ റഖബ, ഒരടിമയെ മോചിപ്പിക്കാൻ നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ. വദീനാറൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, പാവപ്പെട്ട ഒരാൾക്ക് നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ. വദീനാറൻ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന അവരുടെ ചെലവിനായി നിങ്ങൾ വിനിയോഗിക്കുന്ന ഒരു ദീനാർ. അഅലമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, അതിൽ ഏറ്റവും കൂലിയുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് അയച്ചു കൊടുത്തതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇനി വരുന്ന സ്ഥാപനത്തിനും പള്ളിക്കൊക്കെ വരുമ്പോൾ സഹായിക്കാൻ പാടില്ലേ? അത് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. നിങ്ങൾ ചെലവഴിക്കുന്നതിൽ ഏറ്റവും പ്രതിഫലമുള്ളത് നമ്മൾ കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തിന് അയച്ചു കൊടുക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം. ഞാൻ ഈ ഹദീസ് എന്തിനാ പറഞ്ഞത്? നിങ്ങൾ നമ്മളെ വിഷയം പ്രവാചക ദർശനത്തിലെ പ്രവാസി എന്നാണ്. അതുകൊണ്ടാണ് ഈ ഹദീസ് മാത്രം പറഞ്ഞു പോകുന്നത്. അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി തങ്ങൾ പറഞ്ഞു, മൻ അൻഫഖ അലാ നഫ്സിഹി നഫഖ, ഒരാൾ സ്വന്തം ശരീരത്തിന്റെ ആവശ്യത്തിനായി ചെലവ് ചെയ്തു, യസ്തഇഫു ബിഹാ, അയാൾ സ്വന്തം ശരീരത്തെ യാചനയിൽ നിന്ന് മറ്റൊരാളോടും യാചിക്കാതെ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിന് അയാൾ പണം ചെലവഴിച്ചാൽ വഹിയ സ്വദഖ, അത് അയാൾക്ക് അല്ലാഹു സ്വദഖയായി രേഖപ്പെടുത്തും. വമൻ അൻഫഖ അലാ ഇംറഅതി, ഒരാൾ ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് പോവാണ് നാട്ടിലേക്ക്, ജിദ്ദയിൽ ഷറഫിയയിലൂടെ അങ്ങനെ നടക്കുമ്പോ അല്ലെ, ഷറഫിയ ഒരു മലപ്പുറം തോന്നും പോകണുണ്ട്. എടാ മൊയ്തീൻ, മലപ്പുറത്ത് നിന്ന് കേട്ടാ വിളി പിന്നെ ഷറഫിയല കേൾക്കണേ. അങ്ങനെ പോവാൻ അപ്പോഴാണ് ഒരു ടെക്സ്റ്റൈൽസിന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നത്. നല്ലൊരു മാക്സി കണ്ടു, നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച ആളാ. മാക്സി കണ്ടപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഓർമ്മ വന്നു. കയറിയിട്ട് വില ചോദിച്ചു. അങ്ങനെ ഓർമ്മ വരല്ലോ, എല്ലാം ആകെ വാട്സപ്പ് ഓർമ്മയുള്ളൂ.
എന്നിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഈ വാട്സപ്പ് ഇല്ലെങ്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആകെ സമയം പോകുന്നത് ഈ വാട്സപ്പ് ഉള്ളത് കൊണ്ടാണ്. ഭാര്യയെ കുറിച്ച് ചിന്തയില്ലാത്തത് ഈ വാട്സപ്പ് ഉള്ളത് കൊണ്ടാണ്. മക്കളെ കുറിച്ച് ചിന്ത വരാത്തത് വാട്സപ്പ് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ പറ്റൂല. മക്കളെ കുറിച്ച് ചിന്ത വേണം, ഭാര്യയെ കുറിച്ച് ചിന്ത വേണം. നിങ്ങൾ ഭാര്യ ഒരു മാക്സി കണ്ടപ്പോ നിങ്ങളുടെ ഭാര്യയെ ഓർമ്മയായി നിങ്ങൾ വാങ്ങിച്ചു. 150 റിയാൽ കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചു. ആ 150 റിയാലും നിങ്ങൾക്ക് അല്ലാഹു സ്വദഖയായി രേഖപ്പെടുത്തും. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ അൻഫഖ അലാ ഇംറഅതിഹി വവലദിഹി വഅഹ്ലി ബൈതിഹി ഫഹിയ സദഖ. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, പെങ്ങന്മാർക്ക് വേണ്ടി. അയൽവാസ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പണ്ട് ഗൾഫിൽ നിന്ന് പോകുമ്പോ എന്തൊക്കെ അല്ലേ? എല്ലാവർക്കും കൊണ്ടുപോകലേ? നിങ്ങൾ കൊണ്ടില്ല, കൊണ്ടുപോകലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് തന്നെ അറിയില്ല. അപ്പൊ നിങ്ങൾ വന്നതിന് ശേഷം പരിപാടി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ എൻ്റെ അയൽവാസിയാണ് ബീരാനാക്കോട്. നിങ്ങൾക്ക് അറിയും ചിലപ്പോൾ, KMCCക്കാർക്കൊക്കെ അറിയിക്കും. അബുദാബിയിൽ നിന്ന് ബീരാനാക്കോട് ഞങ്ങൾ വാപ്പു എന്ന് വിളിക്കും. എനിക്ക് ഇപ്പോഴും പ്രവാസി എന്നുള്ള വിഷയം പറയുമ്പോൾ ആ മനുഷ്യനെ ഓർമ്മയാണ്. കാരണം വാപ്പാക്ക് വരുന്നുണ്ട് എന്ന് ഒരു 15 ദിവസം മുമ്പ് പറയാൻ തുടങ്ങും വീട്ടിൽ നിന്ന് ആൾക്കാർ. ഇപ്പം എത്ര വാപ്പാക്കാർ വന്നു പോകുന്നുണ്ട്, ആർക്കെങ്കിലും വല്ല വരാണ് ഇല്ല. 15 ദിവസം മുമ്പ് പറയാൻ തുടങ്ങും വീട്ടിൽ നിന്നൊക്കെ. അപ്പൊ നമ്മളും ഇങ്ങനെ അന്ന് ബോംബെയിലേക്ക് ഇറങ്ങി ബസ്സിലാണല്ലോ വരിക. എന്നിട്ട് എൻ്റെ വീട് മേലെ, വരെ വീട് താഴെ. നമ്മൾ വീട്ടിൽ നിന്ന് മേലെ ഇങ്ങനെ നോക്കിക്കും. മൂപ്പരിങ്ങനെ നടന്ന് വീട്ടിലേക്ക് കയറി ഉള്ളിക്ക് കയറുന്നവരെ നോക്കി. അന്നുണ്ടാകും. ഇന്ന് വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് ഉറപ്പാ പിറ്റേന്ന് എന്തെങ്കിലും ഒരു മിഠായിയോ ഒരു പേനയോ ഒക്കെ കിട്ടും. പേനക്ക് ബൂതിയുള്ളതുകൊണ്ടല്ല, ഞാൻ ഓർത്തു പോവാണ്. ആ അനുഭവം എപ്പോഴും മനസ്സിലുള്ളത് ഞാൻ ഓർത്തു പോകുന്നു. എല്ലാം അല്ലാഹു സ്വദഖയായി രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നാണെങ്കിലും ഒന്നിപ്പോ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്താലും ഓൻ പറയാം അതിനേക്കാളും വലുത് ഇവിടെ ഉണ്ട്. മനുഷ്യന്മാരെ പ്രതികരണവും അങ്ങനെയായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു പ്രവാസി ചെയ്യുന്ന കൈത്തൊഴിൽ, അയാൾ അധ്വാനിച്ചു കിട്ടുന്ന പണം, അയാൾ നാട്ടിലേക്ക് പണം അയക്കാൻ മണി ട്രാൻസ്ഫറിലേക്ക് പോകുന്നത്. മണി ട്രാൻസ്ഫറിൽ പലിശ ഇല്ലല്ലോ, ഒരു കൂലിയല്ലേ ഈടാക്കണല്ലോ. എനിക്ക് അറിയില്ല അതിനെ പറ്റി, അറിയോ? ഇല്ല. അപ്പൊ അല്ലെങ്കിൽ അയാൾ പണമയക്കാൻ പോകുന്നത് ആ നടന്നു പോകുന്ന കാൽപാദത്തിന് പോലും പ്രതിഫലമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നിങ്ങളിൽ അധിക പേരും ഒന്നുകിൽ കയ്യിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളാകും, അല്ലെങ്കിലോ പിന്നെ ബിസിനസ്സുകാരാകും, കച്ചവടക്കാരാരാണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഉണ്ടോ? ഉണ്ടാവാം, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഉണ്ടാവാം. കാരണം എന്താ, ഇനി കച്ചവടക്കാരാരാന്നിട്ട് കൈ പൊക്കിയിട്ട് ഇബല് അതിന്റെ ശേഷം പേപ്പർ ഇട്ടിട്ട് വന്നെങ്കിലോ. അതുകൊണ്ട് നമ്മളെ കൈപൊക്കാൻ പറയുന്നില്ല. ഏറെയും തൊഴിലാളികളാകുമെന്ന് വിചാരിക്കുകയാണ്. ഉറങ്ങണ്ടെന്ന് എഴുതി ഇടയ്ക്കൊരു തമാശ പറഞ്ഞാട്ടോ. ബിസിനസ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ബിസിനസ് ഭയങ്കര പുണ്യ, കച്ചവടത്തിന് വല്ലാത്ത പുണ്യമാണ്. അപ്പൊ നിങ്ങളെ കുറിച്ച് നാട്ടിലായാലും പോരെ, നിങ്ങൾ നോക്കൂ. അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ അന്യ നാട്ടിൽ കച്ചവടം ചെയ്യുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കണേ. അന്യ നാട്ടിൽ കച്ചവടം ചെയ്യാൻ ഞാൻ ഈയിടെയായി ഞാൻ മട്ടന്നൂരിൽ എൻ്റെ ജോലിക്ക് പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. അയാൾ വന്ന് എന്നോട് സലാം ചൊല്ലിയിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇന്ന ആളല്ലേ, നിങ്ങളെ പള്ളിയിൽ ഞാൻ വന്നിട്ടുണ്ട്, ഒരു വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു, ഖുതുബയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ മോറ് കണ്ടപ്പം, മുഖം ഇങ്ങനെ കണ്ടപ്പോൾ ആണോ എന്ന് തോന്നി ചോദിച്ചതാണ്. ഈ വാട്സപ്പൊക്കെ ഉള്ളതുകൊണ്ട് യാത്ര ചെയ്യാനും വലിയ ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ വന്നിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, മെല്ലെ അറിയാതെ ഊരിച്ചാടി കേസിലാവല. മനസ്സിലായി? ഇപ്പൊ ഇയാളെന്നെ പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ മട്ടന്നൂരാണോ? എന്നോട് പറഞ്ഞു, എൻ്റെ നാട് ചമ്മാടാണ്, പക്ഷെ എൻ്റെ ബിസിനസ് മുണ്ടേരിയിലാണ്. മുണ്ടേരിക്കാരെൻ്റെ ആളെ തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പം മലപ്പുറത്തുകാരൻ പോയിട്ട് കണ്ണൂർ ജില്ലയിൽ ബിസിനസ് ചെയ്യാം, കേരളക്കാർ വന്ന് സൗദിയിൽ ബിസിനസ് ചെയ്യാം, കേരളക്കാരൻ പോയി ഖത്തറിൽ ബിസിനസ് ചെയ്യാം, കേരളക്കാരൻ പോയി ബ്രസീലിൽ ബിസിനസ് ചെയ്യുക. ശ്രദ്ധിച്ചോളൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്നഹു ഖാൽ ഇദാ ലം യുർസഖ അഹദുകും ഫിൽ ബലദ്,
ഒരാൾക്ക് അയാളുടെ നാട്ടിലെ ഉപജീവനം കുടുസായി പോയാൽ അയാളെ നാട്ടില് കച്ചവടം ചെയ്തിട്ടൊരു ബർക്കത്തൊന്നും കാണില്ല. എന്നാൽ അയാള് വേറെ നാട്ടിൽ പോയിട്ട് കച്ചവടം ചെയ്തോട്ടെ, അയാൾക്ക് ബർക്കത്ത് ഉണ്ടാവും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അപ്പൊ നിങ്ങൾ പറയും ഉസ്താദേ ഇവിടുത്തെ കച്ചവടമൊക്കെ പൂട്ടാൻ പോണ കോലത്തിലാണ്, വെറുതെ ചിന്തിക്കുകയാണെന്ന്. നിങ്ങൾ കുഴങ്ങൂല. എന്തുകൊണ്ട്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുള്ള മണ്ണാണ് ഈ മണ്ണ്. വർസുഖ് അഹ്ലഹു മിനത്ത് തമറാത്ത്. ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത മക്കയുടെ താഴ്വരയിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ആ മണ്ണ് അവിടെ ഉള്ള കാലത്തോളം, ഈ രാജ്യത്തുള്ള കാലത്തോളം നിങ്ങൾ കുഴങ്ങൂലേ, വെറുതെ ബേജാറാണ്. അല്ലാഹു എന്തൊക്കെയോ ഖൈർ വിധിച്ചിട്ടുണ്ടാവും. ഇനി അതല്ല റബ്ബിന്റെ നിഖ്മത്ത് വരാൻ പോവാണോ? അല്ലാഹു അലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സാഫിറൂ തഗ്നമൂ, നിങ്ങൾ യാത്ര പോയിക്കോളൂ എന്നാൽ നിങ്ങൾക്ക് ഐശ്വര്യം വരും. വല്ലാത്തൊരു ഹദീസാണ്. നിങ്ങൾ യാത്ര പോയിക്കോളൂ എന്നാൽ നിങ്ങൾ മുതലാളിമാരാവും. നിങ്ങൾ യാത്ര ചെയ്തോളൂ, നിങ്ങൾ മുതലാളിമാരാവും. ഒരാളെ എന്നോട് പറഞ്ഞ അനുഭവം ഉണ്ട്. ഉസ്താദേ ഞാനിപ്പോ ഗൾഫിക്ക് പോണെന്ന് പറഞ്ഞാലേ അതിനേക്കാളും ശമ്പളം എനിക്ക് കൂട്ടിയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അയാൾ എന്നോട് പറഞ്ഞു, അയാൾ മന്തി ഉണ്ടാക്കുന്ന ആളാണ്. 1200 റുപ്യ നാട്ടിൽ കിട്ടുന്നുണ്ട്. 1200 റുപ്യ 30 ദിവസം കിട്ടിയ എത്ര ഉണ്ടാവും? 36,000 റുപ്യ. ഇയാള് പറയാണ്, ഞാൻ സൗദിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഇതേ ജോലി എനിക്ക് കിട്ടിയതെന്ന 1500 റിയാൽ. അപ്പൊ 25,000 റുപ്യന്റെ അടുത്തുണ്ടാവും. അതിന്ന് റൂമിന്റെ ചെലവ് കൊടുക്കണം, ഭക്ഷണം പിന്നെ ഉണ്ടാക്കണം, മന്തിന്ന് കുറച്ചെടുത്ത് കഴിക്കലാണ്. അത് ഹലാലാണ്. കഫീൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹലാലാണ്. റൂമിന്റെ ചെലവും കൊടുക്കണം. കഴിഞ്ഞാൽ ഒരു 20,000. എന്നിട്ട് ഈ 36,000 കിട്ടുന്ന ആള് പിന്നെയും പറയാം ഞാൻ പോവാണ് ആ ജോലിക്ക്. എന്താ നാട്ടിലത്തതൊന്നും ഉണ്ടാവുന്നില്ല, ബാക്കിയാകുന്നില്ല. എന്നാൽ സൗദിയിലെ പണത്തിനെന്തോ ബർക്കത്താണ്. 1500 കിട്ടിയാൽ എന്താ? അതുകൊണ്ടാണ് ഞാൻ വീടുണ്ടാക്കിയത്. അതുകൊണ്ട് മോളെ കെട്ടിക്കാനായിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ കഫീലിനോട് വിളിച്ചു പറഞ്ഞ് വിഷയിപ്പിച്ചു പോവുകയാണ്. സാഫിറോ തഗ്നമോ, നിങ്ങൾ യാത്ര ചെയ്തോളൂ എന്നാൽ നിങ്ങൾ മുതലാളിമാരാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ കച്ചവടം ചെയ്യാൻ നല്ലതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ 6 പേരും കാനോ തുജാറ, 6 പേരും കച്ചവടക്കാരായിരുന്നു. കച്ചവടം മോശമല്ല, കച്ചവടം നല്ല പണിയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഏറെ ദീർഘിപ്പിക്കില്ല, ഞാൻ അവസാനിപ്പിക്കും. ദുആ നമുക്ക് പ്രധാനമാണ്. ഈ വിഷയം തീർന്നത് കൊണ്ടല്ല. ഒരു 10-12 ഹദീസ് ഈ സമയത്തിനകം നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ കഴിയും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത്താജുറു സദൂഖുൽ അമീൻ മഅശുഹദാഇ യൗമൽ ഖിയാമ. കച്ചവടക്കാരെങ്കിലും ഉണ്ടെ ശ്രദ്ധിക്കേണ്ടതോ, കച്ചവടം റസൂലുള്ള പറഞ്ഞ മാതിരി ചെയ്യണം. അതെങ്ങനെ? അത്താജുറു സദൂഖുൽ അമീൻ, നിർമ്മലമായി സത്യം പറയുന്ന കച്ചവടക്കാരൻ. അങ്ങനെ റസൂലുള്ള പറഞ്ഞു. ഈ സദൂഖ് എന്നുള്ള പദത്തിന് മലയാളത്തില് ഒരു പദം ഞാൻ കാണുന്നില്ല. ഉണ്ടോ സലാമുസ്താദ്? ഞാൻ കണ്ടിട്ടില്ല. സദൂഖ്, അത്താജുറു സദൂഖ്. സദൂഖ് നിർമ്മല സത്യന്നേ പറയാൻ കഴിയൂ. സ്വാദിഖ് എന്നാണ് സത്യം പറയുന്ന അറബിയിൽ പറയാം. സദൂഖ് എന്നാല് സത്യം പറഞ്ഞു അങ്ങനെ പിന്നെ എന്താ നമ്മൾ പറയാ, അങ്ങനെ പറയാൻ കഴിയൂ. ഞാൻ അതിന് പറയല് കണ്യത്തുസ്താദിന്റെ മാതിരി സത്യം പറയുന്ന ആളാണ്. ആ ജാതി കച്ചവടക്കാരൻ. എന്താ കണ്യത്തുസ്താദിന്റെ സത്യം? മരക്കച്ചവടം ചെയ്തല്ലോ, ആള് മരം വാങ്ങാൻ വരുമ്പോ പറയും ഇതിന് എനിക്ക് 100 റുപ്യ കിട്ടണം, പക്ഷേ ഇവിടെ ചെറിയ ഒരു കുത്തുണ്ട്, അത് കാണണമെങ്കിൽ തന്നെ മറ്റോനിങ്ങനെ നോക്കണം. ചിലപ്പോൾ അത് ഈർന്നു നോക്കിയാൽ ഉള്ളു പൊള്ളയാവാൻ സാധ്യതയുണ്ട്, പക്ഷെ എനിക്ക് ഇങ്ങനെ കിട്ടണോ? ആരാ സാധനം വാങ്ങാം അല്ലേ? വീട്ടി തേക്കാക്കുകയും തേക്ക് വീട്ടിയാക്കുകയും പിന്നെ പൊടുവണ്ണി പിലാവാക്കുകയും ഒക്കെ ചെയ്യുന്ന കാലാണ്. ആലോചിക്കണം. അവിടെയാണ് ധർമ്മലമായ സത്യം പറഞ്ഞത്. കച്ചവടം പൊട്ടിപ്പൊളിഞ്ഞു പോയി. അല്ലാഹുവിന്റെ ഹബീബ് പറയാം,
നിർമ്മലമായി സത്യം പറയുന്ന കച്ചവടക്കാരൻ ഖിയാമത്ത് നാളിൽ ശുഹദാക്കളോടൊപ്പമാണ് അവരുടെ സ്ഥാനം. ചൈനയിൽ നിന്ന് സാധനം കൊടുക്കും, അത് എന്നിട്ട് ചൈനന്റെ സാധനമായിട്ട് തന്നെ വിൽക്കുക. എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദേ എനിക്കറിയാവുന്ന ഒരു കടയുണ്ട്, ഇവിടെ ഇല്ല കേട്ടോ, വേറെ സ്ഥലത്താണ്, സൗദിയിലേ അല്ലേ, നിങ്ങളെ വിചാരിക്കണ്ട, വേറെ സ്ഥലത്താണ്. അയാൾ 2-3 അനുഭവം എന്നോട് പറഞ്ഞു. അതിൽപ്പെട്ട ഒരനുഭവം അയാളിനോട് പറഞ്ഞാൽ എന്താ അറിയോ, ഇയാളെയാണ് കഫീൽ വിശ്വസിച്ചിട്ട് കാശിലാക്കിയത്. കാരണം എന്താ, ഭക്തന് ബാങ്ക് കൊടുത്ത് അപ്പടെ നീച്ചു കൂട്ടും. അപ്പൊ കഫീൽ മനസ്സിലാക്കി ഭയങ്കര അമീനാണെന്ന്. അതുകൊണ്ട് കൂട്ടത്തിലുള്ള 26 ആൾക്കാരെ കൂട്ടത്തിൽ ഇയാളെയാണ് കാശിലിരുത്തിയത്. ഇയാൾ എന്താ ചെയ്യുക, എല്ലാ ദിവസവും രാത്രി കഫീൽ വരും കണക്കൊക്കെ കൂട്ടിയിട്ട് ബാക്കി പൈസ വാങ്ങാൻ. അപ്പൊ ഇയാള് എല്ലാ ദിവസവും 100 ദിർഹംസ് എടുത്തു വെക്കും, എടുത്ത് നേരത്തെ തന്നെ പോക്കറ്റിലിടും. കണക്കൊക്കെ കൂട്ടിക്കിട്ട് കഫീലിനെ കയ്യിൽ കൊടുത്തിട്ട് പറയും, പിന്നെ 100 ദിർഹംസ് ഞാൻ എടുത്തിട്ടുണ്ടേ. അറബിക്കണ്ട മലയാളം തീരണു. അപ്പൊ ഇയാളൊന്നും മിണ്ടിയിട്ടില്ല. ഇയാൾ പറഞ്ഞ ഞാൻ എന്താ, മൗനം സമ്മതം. ഞാൻ കഫീലിനോട് പറഞ്ഞാണ്, അയാളൊന്നും എതിര് പറഞ്ഞിട്ടില്ല. സുകൂത്തുഹ. അതേ ആള് എന്നോട് പറഞ്ഞു, ചൈനയിൽ നിന്ന് സാധനം കൊണ്ടുവന്നിട്ട് 2 തൊഴിലാളികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ, മേഡ് ഇൻ ചൈന എന്നുള്ള സ്റ്റിക്കർ പറിച്ചിട്ട് മേഡ് ഇൻ ജപ്പാൻ എന്ന് ഒട്ടിക്കാൻ, അല്ലെങ്കിൽ മേഡ് ഇൻ അമേരിക്ക എന്ന് ഒട്ടിക്കാൻ. കാരണം ഈ അറബിക്ക് പണ്ട്, ഇപ്പൊ പിന്നെ ആളുകളും അങ്ങനായി. നമ്മളെ ശരീരത്തിന് വരെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഒക്കെ ചൈനൻ്റെതാണ്. എല്ലാം അങ്ങനെയാണ്. ആളുകൾക്ക് 2 കൊല്ലം ഉപയോഗിച്ചാൽ മതി. 2 കൊല്ലം കഴിയുമ്പോൾ പുതിയ മോഡൽ വരുമ്പോൾ വാങ്ങണമെങ്കിൽ ഇപ്പൊ ചൈനന്റെ സാധനമുള്ള മതിയെ. എന്റെ മുമ്പുള്ള സംഭവം അയാൾ പറഞ്ഞ, അറബികൾ വന്നാൽ ചോദിക്കും ഉടനെ ഹാദാ അമേരിക്കയും യാബാനി, ഇത് അമേരിക്കൻ മെയ്ഡാണോ ജപ്പാൻ മെയ്ഡാണോ ചോദിക്കും. കാരണം എന്താ, ഓല് പറയാം അമേരിക്കി മുഖ് കൊയ്സ്, അമേരിക്കക്കാരന്റെ മുഖ നല്ല മുഖാണെന്ന് അവർ പറയാം. അപ്പൊ ഈ സ്റ്റിക്കർ മാറ്റിയിട്ട് ഒട്ടിക്കുക. നിർമ്മലമായ സത്യം പറയുന്ന കച്ചവടക്കാരൻ ഖിയാമത്ത് നാളിൽ ശുഹദാക്കളോടൊപ്പമാണ്. കാരണം എന്താ, അങ്ങനെ കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനേക്കാളും വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ്. നീ കേട്ടോളൂ, ഏത് കച്ചവട ഗൾഫിൽ തുടങ്ങാൻ നല്ലത് കേട്ടോളൂ. 2 ഹദീസ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. ഒരുപാടുണ്ട് ഈ വിഷയട്ടോ. ഞാൻ അവിടുന്ന് ഒരു 4-5 ഹദീസ് എഴുതി കൊടുക്കുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല പറഞ്ഞു, റസൂലുള്ളാഹി പറയാൻ, മയ്യജ്ലിബു തആമ ഇലാ ബലദിൻ മിൻ ബിലാദിൽ മുസ്ലിമീൻ, ഒരാൾ മുസ്ലിംകളുടെ രാജ്യത്തേക്ക് ഫുഡ് സ്റ്റഫ് കൊണ്ടുവരിക, വേറെ രാജ്യത്ത് നിന്ന് ഭക്ഷണങ്ങൾ മുസ്ലിംകളുടെ രാജ്യത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ മുസ്ലിംകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ കച്ചവടം തുടങ്ങാം. മനസ്സിലായോ? ഏത് കച്ചവടം? ഈ ഫുഡ് ഐറ്റംസ് വിൽക്കണേ നമ്മൾ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാം, അല്ല ഹൈപ്പർന്നോ ബക്കാലാന്നോ എന്താ നിങ്ങളുടെ നാട്ടിൽ പറയല്? ബക്കാല ഫുഡ് ഐറ്റംസ് ആകുമ്പോ ബക്കാല, അല്ലെങ്കിൽ ഫുഡ് സ്റ്റഫ്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, അതിൽ ഇതൊക്കെ കിട്ടും. അപ്പൊ ഒരാൾ മുസ്ലിംകളുടെ രാജ്യത്ത് സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുക, ബക്കാല തുടങ്ങുക. എന്നിട്ടോ അയാൾ തുടങ്ങി. കുറച്ചുകൂടി വലുതാകുമ്പോ ഹൈപ്പർ ആവും. എന്നിട്ട് ഇയാൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ പോയി വാങ്ങും, തുർക്കിയിൽ പോയി വാങ്ങും, വേറെ രാജ്യത്ത് പോയി വാങ്ങും. അപ്പൊ അതിനു വേണ്ടി യാത്ര ചെയ്യും. എന്നിട്ട് ഇയാൾ ഈ സാധനങ്ങളൊക്കെ മുസ്ലിംകളുടെ നാട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അതാത് മാർക്കറ്റ് വിലക്ക് വിൽക്കും. ഇയാൾ ചിലപ്പോ അവിടെ പോയി എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോ മാർക്കറ്റ് വില കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇയാൾ അതാത് ദിവസത്തെ മാർക്കറ്റ് വിലക്കാണ് അയാൾ വിൽക്കുന്നത്. എന്താണ് ഇയാളുടെ ലക്ഷ്യം? സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും ബക്കാലിയൊക്കെ ഉള്ള ആളുകൾ നെയ്യത്ത് നന്നായിക്കൊള്ളട്ടോ. മുഹ്തസിബൻ, ഇയാൾ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ കാനലഹു അജ്റു ഷഹീദ്, അയാൾക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഷഹീദിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി IS ചേരാൻ പോവാ. ISലേക്ക് കാനലഹു അജ്റു ഷഹീദ്. യുദ്ധത്തിന്റെ ഒരു ഘട്ടം വന്നാൽ ആലിമീങ്ങൾ നമുക്ക് നേതൃത്വം നൽകണമെന്ന് പറയും. യുദ്ധം, അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യട്ടെ. ഇസ്ലാമിക വിരുദ്ധ ചേരിയിൽ പോയി ചേർന്നാൽ
അത് ഇസ്ലാമികമായ ധർമ്മസമരമാവുകയില്ല. കാന ലഹു അജ്റു ഷഹീദ്. ഇസ്ലാമിക ലോകത്ത് മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ നല്ല നീയത്തോടെ ബഖാല തുടങ്ങിയാൽ ആ പരിസരത്തുള്ള വീട്ടുകാർക്കൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാന്ന് അയാളെ നീയത്ത്. അതിന്റെ കൂടെ എന്തും കിട്ടും, എന്തും കിട്ടും, റിയാലാത്ത് കിട്ടും. അതിന്റെ കൂടെ ലാഭം ഉണ്ടാവും, തെറ്റില്ലാത്ത ചെറിയ ലാഭമുണ്ട്. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഈ ആയത്ത് ഓതി എന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ثم تلا وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുകയും വേറൊരു വിഭാഗം കച്ചവടം ചെയ്യുകയും ചെയ്യട്ടെ എന്ന ആയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഓതി എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മറ്റൊരിക്കൽ ഒരു സ്വഹാബി മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെന്നു. എന്തിനാ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നത്? എന്നിട്ട് റസൂലുള്ളാഹിന്റെ ചോദിച്ചു, നബി ഞാൻ കച്ചവടം തുടങ്ങാൻ പോവാണ്, ഏത് കച്ചവടം തുടങ്ങണ്ടേ? പാണക്കാട്ട് തങ്ങന്മാരുടെ അടുത്ത് പോയി ചോദിക്കല്ലേ ചിലര്? ചിലർ അങ്ങനെ ചെയ്യുമ്പോൾ ചിലർ പറയും, എന്തിനാ പാണക്കാട് പോയി ചോദിക്കണത്, മഹാ പൊട്ടത്തരം, ഓൽക്ക് ചോദിച്ചിട്ട് വല്ലതും തിരിയോ, ഓല് ബിസിനസ് തിരിയുന്ന ആൾക്കാരാണോ എന്നൊക്കെ ചോദിക്കും. അതാ ചോദ്യമല്ലേ, അതാ ചോദ്യമല്ല. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും മുശാവറ ചെയ്യുക. ആരോട്? സ്വാലിഹീങ്ങളോട്. കേരളത്തിൽ നമുക്ക് മുശാവറ ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബമാണ് പാണക്കാട്ട് കുടുംബം. ആ കുടുംബത്തിന്റെ നാവുകൊണ്ട് ചിലത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാവുക. ആ കുടുംബത്തൊന്ന് സ്വതന്ത്രമായി വിട്ടുനോക്കിയാണ് നിങ്ങൾ സ്ഥാനാർത്ഥികളൊക്കെ നിർത്താൻ എല്ലാ സ്ഥാനാർത്ഥിയും ജയിക്കും. ഞാൻ പൊട്ടത്തരം പറയുന്നല്ലേ. ആ കുടുംബത്തെ സ്വതന്ത്രമായി വിടൂ നിങ്ങൾ. നമ്മൾ പറയാ ഈ പ്രാവശ്യം നിങ്ങൾ ആരെയാണ് വിചാരിച്ച നിർത്തിക്കൂടെ, ഒരാൾ നിർത്തിയാ ജയിച്ചു. എന്താ? പാവങ്ങളും സമ്മർദ്ദത്തിലായി പോവാണ്. സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ സമ്മർദ്ദത്തിന്റെ സമ്മർദ്ദത്തിൽ ആ നാവുകൊണ്ട് ചില വാക്ക് പറഞ്ഞ തന്നെ ഞാൻ അനുഭവസ്ഥനാണ്. എൻ്റെ ഉമ്മ നടുവിൻ്റെ നട്ടെല്ല് തെറ്റിയിട്ട് ഈ അടുത്ത എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. നട്ടെല്ല് തെറ്റിയിട്ട് ഡോക്ടർ കോഴിക്കോട് കിടപ്പിലായി പോയി, പറ്റാവശയായി കിടപ്പിലായി. ഓരോ പെങ്ങന്മാരും 1-2 ദിവസം ഇങ്ങനെ വന്ന് മാറി മാറി നിന്ന് പോകലാണ്. ആ കിടത്തത്തിൽ നിന്ന് ഉമ്മ എഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. പല ഡോക്ടർമാരെയും കാണിച്ചു. അവസാനം ഒരു ദിവസം എന്ത് ചെയ്യണമെന്നറിയില്ല. ഡോക്ടർ കോഴിക്കോട് ഏറ്റവും വലിയ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ അല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങളിങ്ങനെ പഠിക്കുകയാണ്, ഓപ്പറേഷൻ ചെയ്ത ആളുകളെ കുറിച്ച് പഠിച്ചപ്പോൾ 60% ആളുകൾ ഓപ്പറേഷൻ വിജയിച്ചു, 40% വിജയിച്ചിട്ടില്ല. പ്രായമുള്ള അധികം ആളുകൾക്കും വിജയിച്ചിട്ടില്ല. ബേജാറായി ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യും? ഉമ്മാൻ്റെ വേദന കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം എന്നെ വിളിച്ച് ചോദിച്ചോടാ, അങ്ങ് എന്നെ പാണക്കാട്ടെ കൊണ്ടുപോകാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ വീട്ടിലേ ഉണ്ടാവില്ല. അങ്ങ് പാണക്കാട്ടിട്ട് എന്നെ കൊണ്ടുപോകാൻ സമയമുണ്ട്. ഞാൻ പറഞ്ഞു, ഉമ്മ സമയമുണ്ടല്ലോ, എൻ്റെ പൊന്നിന്റെ ഉമ്മാക്ക് വേണ്ടി സമയമില്ലെങ്കിൽ പിന്നെ ആർക്ക് സമയം? എന്നാ ചിന്നെ പാണക്കാട്ടൊന്ന് കൊണ്ടുപോകും, ഞാൻ തങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഓപ്പറേഷൻ ചെയ്യണോ ചെയ്യണ്ട, എന്നിട്ട് ചെയ്താൽ മതി. മഹാനായ തങ്ങളുടെ സന്നിധിയിൽ കൊണ്ടുപോയി. തങ്ങൾ എന്നെ കണ്ടുപോയിച്ചു, എന്താ വന്നതെന്ന് വെച്ചാൽ ഉമ്മ പറഞ്ഞിട്ട് വന്നതാ തങ്ങളെ, ഈ തിരക്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടാക്കണം എന്ന് കരുതിയിട്ട് വന്നതല്ല. ഉമ്മാന്റെ വാക്കിന് മുമ്പിലൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെ പിന്നെ ആ തിരക്കിൽ പോലെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നുള്ളത് ശരിയില്ലല്ലോ. എന്നോട് ചുമ്മയുടെ ഞാൻ പറഞ്ഞു അപ്പുറത്തുണ്ടായിരുന്നു. ഉമ്മയെ താങ്ങിയെടുത്താണ് കൊണ്ടുപോയത്. ആ ഉമ്മാൻ്റെ അടുത്ത് എന്നിട്ട് ഉമ്മ അങ്ങനെ ഒക്കെ സംസാരിച്ച് പിന്നെ അകത്ത് വന്ന്. അപ്പോൾ ഞാൻ തങ്ങളോട് സംസാരിച്ചത് തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷനില്ലാതെ വേറെ ഒരു വഴിയില്ല, അമ്മാൻ്റെ വേദന കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല, എന്താ ചെയ്യേണ്ടത്? തങ്ങൾ പാപ്പ പറയണമാതിരി ചെയ്യുക, ഓപ്പറേഷൻ ചെയ്യണമെന്ന് തങ്ങൾ പാപ്പ പറഞ്ഞാൽ ചെയ്യും, തങ്ങൾ പാപ്പ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യൂല. തങ്ങൾ 2 മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യണ്ട, ഓപ്പറേഷൻ ചെയ്യണ്ട, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ എഴുതിയിട്ട് പറഞ്ഞു 7 ദിവസം എഴുതിയിട്ട് കുടിക്കാൻ. നിന്റെ അമ്മ എല്ലാ കാര്യവും സ്വന്തം ചെയ്യുന്ന കോലത്തിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. നിങ്ങൾ വന്നാൽ മരിച്ചുപോയ ഒരാളെ കുറിച്ച് പറയില്ല, എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ ഇടക്കിടക്ക് തങ്ങളെ കാണണം അമ്മക്ക്. എന്നോട് പറയും, കുറച്ച് വൈകിയാ പറയും പണക്കാട്ടൊന്ന് പോകണമെന്ന് പറയും. മശ്വറ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കുടുംബം അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ.
ആ കുടുംബത്തിൽ ഈ സമൂഹത്തിന് നീ ഇറക്കിയ നന്മ നീ നിലനിർത്തണേ അല്ലാഹ്. പാണക്കാട്ട് പോയി ചോദിക്കും, അവർക്ക് കച്ചവടം തിരിയൊന്നുമില്ല. ചിലൊരു വാക്ക് പറഞ്ഞ ചില വാക്കായിരിക്കും. ഭൂമിയിൽ ചില ആളുകളുണ്ട്, അവരുടെ ചില വാക്കുകൾ അല്ലാഹു അങ്ങനെ തന്നെ നടപ്പിൽ വരുത്തുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബി ഞാൻ കച്ചവടം തുടങ്ങാൻ പോവാ, ഞാൻ എന്ത് കച്ചവടാ യാ റസൂലുള്ളാഹ് ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അലൈക ബിൽ ബസ്. ബസ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ്, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉള്ള കച്ചവടം. അതാണ് ഇപ്പൊ നിങ്ങളെ ഹൈപ്പർ മാർക്കറ്റ്, എന്താ ഒരു കൊടക്ക് കീഴിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനൊക്കെ ഒരു പരസ്യല്ലേ. ഞാൻ പിന്നെ കച്ചവടക്കാരനല്ലാത്തോണ്ട് എനിക്ക് തിരിയാത്ത എന്താ, അതിന്റെ മുമ്പും പിന്നും നിങ്ങൾ പൂരിപ്പിച്ചു കൊടുത്താൽ മതി. ഹൗസ് ഹോൾഡ് ബിൽ ബസ്, ഭക്ഷണങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇതൊക്കെ തുടങ്ങാം. എന്തിനേറെ നിറങ്ങള് ഒരു പ്രവാസിയുടെ ചെറു അനക്കം പോലും ഷഹീദിന്റെ പ്രതിഫലമാണ് അല്ലാഹുവിന്റെ ഹബീബ് വാഗ്ദത്തം ചെയ്തത്. ഇനി നിങ്ങൾ ഇവിടുന്ന് മരിച്ചു നോക്കുക, നിങ്ങൾക്കൊരു സുഖമുണ്ട്, അത് വേറെ ഒരു ഗൾഫ് രാജ്യക്കാരനും കിട്ടാത്തൊരു സുഖം. പരിശുദ്ധമായ മക്കയിലാണ് നിങ്ങൾ മരിക്കുന്നത് എങ്കിൽ ഹറമിനകത്ത് കടക്കാൻ സൗഭാഗ്യം കിട്ടുന്നവരാണ് നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തെ 2 സ്ഥലത്ത് നിങ്ങൾക്ക് മരിക്കാൻ കഴിയുമോ? നിങ്ങൾ അതിന് ശ്രമിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തൂങ്ങി മരിക്കണം എന്നല്ല. പിന്നെ അറബികൾ ചെയ്യാറുണ്ട്, മദീനത്തെ കണ്ട് വയസ്സാകുന്ന സമയത്ത്, പ്രായമാകുന്ന സമയത്ത് അവർ പല സ്ഥലത്തുനിന്നും സൗദിന്റെ പല ഭാഗത്തുനിന്നും ഒക്കെ വിറ്റ് കുട്ടിയെ കൊടുക്കാനുള്ളൊക്കെ കൊടുത്ത് അവർക്ക് ആവശ്യമുള്ളതായിട്ട് നേരെ മദീനയിൽ വരും. എന്നിട്ട് മദീനയിൽ ജീവിക്കുകയാണെങ്കിൽ മദീനയിൽ വെച്ച് മരിച്ചിട്ട് മദീനയിൽ ഖബറടക്കം ചെയ്യപ്പെടാൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, എവിടെയെല്ലാം പ്രവാസികളുണ്ടോ അവരെല്ലാം പ്രവാസിയായി തന്നെ മരിച്ചു എന്ന് വെക്കുക. അല്ലേ, ഈയിടെ ഈ ചെറിയ പെരുന്നാളിനോട് വെച്ചാണ് കാവുമ്പടിയുള്ള ഒരു സഹോദരൻ പിന്നെ മക്കത്ത് വന്നിട്ട് തവാഫ് അങ്ങനെ ചെയ്യാൻ തുടങ്ങവേ മരിച്ചുപോയത്. സംസമൊക്കെ കുടിച്ചിട്ട് തവാഫ് ചെയ്യാൻ ഒരുങ്ങവേ തുടങ്ങവേ മരിച്ചുപോയത്. ഞാൻ പറയുന്നത് നിങ്ങളെ കുറിച്ച് മാത്രമല്ല, ഏതു രാജ്യത്ത് പ്രവാസിയാണോ അയാൾ പ്രവാസിയായി മരിച്ചാൽ ഫഹുവ ഷഹീദ്, അവൻ ഉഖറബിയായ ഷഹീദാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളോട്, ഞാൻ എന്താ പറയണ്ടേ, നിങ്ങളെ യാത്ര മുതൽ പ്രവാസിയായിട്ട് ഒരു മനുഷ്യൻ മരിക്കണത് വരെയുള്ള മുഴുവൻ ചലനവും ശുഹദായിന്റെ പ്രതിഫലങ്ങൾ, ഷഹീദിന്റെ പ്രതിഫലമാണ്. ഏത് പ്രവാസി ഒരു 15 മിനിറ്റ് കൂടി നിങ്ങൾ ഇരിക്കണം. ആ പ്രവാസി ആര് എന്നുള്ളത് ഞാനൊന്ന് ഒരായത്ത് ഓതിയാണ് പറയും, എന്നിട്ട് നമ്മളാണ് പിരിയും ഇൻഷാ അല്ലാഹ്. വേറെ ഉള്ളതൊക്കെ നമുക്ക് പിന്നെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബ അതദ്റു സ്വഹാബ, സ്വഹാബ ആരാണ് ഷഹീദ് എന്ന് നിങ്ങൾക്കറിയാമോ? സ്വഹാബ മാ തഉദ്ദൂന ഷഹീദ ഫീകും, നിങ്ങളുടെ കൂട്ടത്തിലെ രക്തസാക്ഷികളെ നിങ്ങൾ ആരെയാണ് മനസ്സിലാക്കുന്നത്? സ്വഹാബികൾ പറഞ്ഞു, നബിയെ മൻ ഖുതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചവർ തന്നെയാണ് നബിയെ ശുഹദാക്കൾ, അവരല്ലേ രക്തസാക്ഷികൾ. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളോട് പറഞ്ഞു, ഇദല്ല ശുഹദാ ഉമ്മത്തി, ഇദൻ ശുഹദാ ഉമ്മത്തി ലഖലീൽ, അങ്ങനെയെങ്കിൽ എൻ്റെ ഉമ്മത്തിലെ രക്തസാക്ഷികൾ വളരെ വിരളമായിരിക്കുമല്ലോ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബികളോട്, സ്വഹാബ പോരെ, എൻ്റെ ഉമ്മത്തിലെ ശുഹദാക്കൾ എന്ന് പറയുന്നത്, രക്തസാക്ഷികൾ എന്ന് പറയുന്നത് യുദ്ധം ചെയ്ത് മരിച്ചവർ മാത്രമല്ല. അല്ലാഹുവിന്റെ ഹബീബ് എണ്ണിക്കൊടുക്കുകയാണ്, അൽ മുതറദ്ദി ഷഹീദ്, ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചവൻ ഷഹീദാണ്. അപ്പൊ ഗൾഫിലെ പൈന്റിന്റെ ജോലിയാണ്, പൈന്റ് എടുക്കാൻ ഉയരത്തിൽ കയറിയതാണ്, വീണുപോയി. മക്കത്ത് ആ ക്ലോക്ക് ടവറിന്റെ ഹറമിന്റെ ഒക്കെ പണിയെടുക്കുമ്പോ എത്ര മനുഷ്യന്മാർ ഉയരത്തിൽ നിന്ന് വീണ് മരിച്ചു പോയിട്ടുണ്ട്. അൽ മുതറദ്ദി ഷഹീദ്, ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ് മരിക്കുന്നവന് ഷഹീദാണ്. അൽ മബ്തൂനു ഷഹീദ്, വയറു സംബന്ധമായ രോഗം കാരണം മരിക്കുന്നവന് ഷഹീദാണ്. വയറിന് ക്യാൻസറാണ്. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരു ഹാജി അങ്ങനെ വന്നാണ്, വയറിലും ലെൻസിലും കരളിലും കിഡ്നിയും ഒക്കെ ക്യാൻസറായിട്ട് ഡോക്ടർ ക്യാൻസർ രോഗം കാർന്ന് തിന്നിട്ടുണ്ടെന്നാണ്. ഇയാളെ ഹജ്ജിനൊക്കെ കൊടുത്തപ്പോൾ ഇയാൾ കൂടെയുള്ള കുടുംബക്കാരോട് പറഞ്ഞു, ഞാൻ ഹജ്ജിനൊന്നും എത്തും തോന്നില്ല, അതുകൊണ്ട് ഒരു ഉംറക്ക് പോയി വരട്ടെ എന്നാണ്. നോമ്പിൻ്റെ മുമ്പ് ഉംറക്ക് വന്നു. ഉംറ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര ആരോഗ്യ ആവേശം.
അപ്പം അയാൾ ഹജ്ജിന് വന്നിട്ടുണ്ട്. അധിക ദിവസവും തവാഫ് ചെയ്യുകയാണ്. ഭയങ്കര മനക്കരുത്താണ്. ഡോക്ടർമാർ പറഞ്ഞത് ശ്രദ്ധിക്കണം, തിരിച്ചു വരാൻ സാധ്യതയില്ല, എല്ലാ ഭാഗവും ഏകദേശമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ അയാളുടെ യഖീൻ്റെ ഉറപ്പ്, അയാളുടെ യഖീനാണ് എന്നെനിക്ക് തോന്നിപ്പോയി. റബ്ബിലുള്ള വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്പെടുത്തി കൊടുക്കട്ടെ. വൈറസ് സംബന്ധമായ രോഗം കാരണം മരിച്ചവനാണോ ഷഹീദ? അൽ മബ്തൂർ ഷഹീദ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് വൻ നുഫസാഉ ഷഹീദ്. പെങ്ങളെ, നിങ്ങൾ ഗർഭസംബന്ധമായ രോഗം കാരണം മരിച്ചുപോയാൽ നിങ്ങൾ ഉഖറവിയായ ലോകത്തെ ഷഹീദാണ്. പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ മടിയെന്ന് പറഞ്ഞുകൊടുക്കണം നിങ്ങൾ. വൻ നുഫസാഉ ഷഹീദ്. പ്രസവ സംബന്ധമായ പ്രയാസം കാരണം നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങൾ ഉഖറവിയായ ഷഹീദാണ്. വൽ ഹരീഖു ഷഹീദ്. തീബന്ധ മരിച്ചവൻ ഷഹീദാണ്. വൽ ഗരീഖു ഷഹീദ്. മുങ്ങി മരിച്ചവൻ ഷഹീദാണ്. വസ്സുല്ലു ഷഹീദ്. വസ്സുല്ലു, സുല്ല് നനദ, നിരന്തരമായി ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചുമ വന്നു മരിച്ചവൻ, അത് നമ്മൾ എന്ത് ലെൻസിന് ക്യാൻസർ എന്നൊക്കെ പറയാറുണ്ട്. വസ്സുല്ലു ഷഹീദ്. അങ്ങനെ സുല്ല് വന്ന ആൾ, അല്ലെങ്കിൽ പഴയ കാലത്ത് പറയും TB എന്ന് പറയും അല്ലേ, TB അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ലെൻസിന് ക്യാൻസർ, ദീർഘമായി ചുമച്ചു കഴിഞ്ഞ ആൾ അങ്ങനെ മരിച്ചു പോയതാണ്. ചുമ കാരണം അയാളും ഷഹീദാണ്. വൽ ഗരീബു ഷഹീദ്. ഒരാൾ തന്റെ പ്രവാസ ജീവിതത്തിൽ മരിച്ചുപോയാൽ അയാളും ഷഹീദാണ്. പ്രവാസിയായിട്ട് ഒരാൾ മരിച്ചിട്ട് അയാൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ജീവനോടെ വന്നു, വീട്ടിലേക്ക് തിരിച്ചയാൾ മയ്യിത്തായി ചെല്ലുന്നു, അയാൾ ഷഹീദാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ഏതാണ് നമ്മൾ ഈ പറയുന്ന പ്രവാസി? ഈ പറയുന്ന മഹത്വമെല്ലാം ഒരു പ്രവാസിക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? കേൾക്കണേ നിങ്ങൾ. ആയത്ത് നമ്മൾ ആദ്യം ഓതി വെച്ച ആയത്ത്, വലഖദ് അഖദല്ലാഹു മീതാഖ ബനീ ഇസ്രായീൽ വബഅത്നാ മിൻഹും 12 നഖീബാ വഖാലല്ലാഹു ഇന്നി മഅകും ലഇൻ അഖംതുമുസ് സ്വലാത വആതൈതുമുസ് സകാത വആമൻതും ബിറുസുലി വഅസ്സർതും وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. വലഖദ് അഖദല്ലാഹു മീതാഖ ബനീ ഇസ്രായീൽ. ഇസ്രായേൽ സന്തതികളോട് അല്ലാഹു ഉടമ്പടി ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. വബഅത്നാ മിൻഹും 12 നഖീബ. ഇസ്രായേൽ സന്തതികളിൽ 12 വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. ആ 12 ഗോത്രക്കാരിൽ നിന്നും ഓരോ നേതാവിനെ അല്ലാഹു തെരഞ്ഞെടുത്തു. വഖാല അല്ലാഹു, എന്നിട്ട് അല്ലാഹു അവരോട് പറഞ്ഞു, ഇന്നി മഅകും, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ലഇൻ അഖംതുമുസ് സ്വലാ, നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകാൻ ഒന്നാമത്തെ നിങ്ങൾ നിസ്കാരം നിലനിർത്തുന്നവനാവണേ. ഈ പറഞ്ഞ മഹത്തൊക്കെ നിസ്കരിക്കുന്ന പ്രവാസിക്കേ ഉള്ളൂ. നിസ്കാരം പരിഗണിക്കാത്ത പ്രവാസിക്കില്ലേ ഇല്ല. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല, ഈ ആയത്തിന്റെ അർത്ഥം മാത്രമാണ് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇൻ അഖംതുമുസ് സ്വലാത വആതൈതുമുസ് സകാത. അങ്ങനെ നിസ്കാരം എല്ലാത്തിനും പറ്റണമെന്നാണ്. പുണ്യനബി ഭയങ്കര പ്രതിസന്ധിയുള്ള സമയത്ത് റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞെന്താ? അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ഇന്നാലിന്ന സ്ഥലത്ത് പോയി മമ്മാരണ്ടം കൊടുക്കി. അബൂജഹലിനൊരു മമ്മാരണ്ടം പോട്ടെ, ഒരു നിങ്ങളൊരു നിവേദനം സമർപ്പിക്കൂ. അബൂ സുഫിയാൻ ഒരു നിവേദനം ഒന്നല്ലല്ലോ പറഞ്ഞത്. പിന്നെ യാ അയ്യുഹൽ മുസമ്മിൽ ഖും الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا. നിസ്കരിക്കണം എന്നാ പറഞ്ഞു. പ്രതിസന്ധി വരുന്ന സമയത്ത് നിസ്കാരം ഉണ്ടായാൽ പ്രതിസന്ധി അല്ലാഹു നീക്കിത്തരും. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഞാനൊരു ഗൾഫ് രാജ്യത്ത് പോയപ്പോൾ, സൗദി അല്ല, ആ നാട്ടിലെ ഒരാളിനോട് ഉസ്താദേ ഇവിടെ നിസ്കാരം 4 വക്താന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ 4 വക്ത് 5 വക്തൊന്നും ഞാൻ കേട്ടിട്ടുണ്ട്, 3 വക്തൊന്നും ഞാൻ കേട്ടിട്ടുണ്ട്, 4 വക്ത് കേട്ടിട്ടില്ല. അപ്പൊ എന്നോട് ഉസ്താദേ സുബൈ അധികവും
എന്താ ചില ആൾക്കാരൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, ജുമാക്ക് മുമ്പ് വന്നിട്ട് കുനൂത്ത് ഓതണം. അപ്പം ഞാൻ വിചാരിച്ചു പഠിച്ചോളെ ജുമാക്ക് മുമ്പുള്ള സുന്നത്തിൽ എന്ത് കുനൂത്ത്? മദ്രസ പഠിക്കുമ്പോഴും സുബൈക്ക കുനൂത്ത് പഠിച്ചല്ലോ, ഈ ജുമാക്ക് മുമ്പുള്ള സുന്നത്തിൽ കുനൂത്ത് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരിക്കൽ ആരോട് ചോദിച്ചപ്പോൾ അയാളിനോട് പറഞ്ഞു കള ആയ സുബൈ നിസ്കരിക്കുകയാണ്. നിസ്കാരം നിങ്ങൾ നിലനിർത്തുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിസ്കാരം റെഡിയുള്ള മനുഷ്യന്മാരാണോ ഈ പറഞ്ഞ എല്ലാ മഹത്വ പ്രവാസിക്കുണ്ടാവും. നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയും ചെയ്യണം. അല്ലോ ശ്രദ്ധിക്കണേ, സക്കാത്ത് കൊടുക്കണം, കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം. ഓരോ കൊല്ലമാകുമ്പോൾ കച്ചവടത്തിന്റെ കണക്ക് കൂട്ടിയിട്ട് തന്നെ സകാത്ത് കൊടുക്കണം. എന്റെ മുർസലീങ്ങളോട് നിങ്ങൾ അചഞ്ചലമായി വിശ്വസിക്കണം. പോരാ, റസൂലുള്ളാഹിനോട് വിശ്വസിച്ചാൽ പോരാ, അവരെ നിങ്ങൾ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്യണം. മുർസലീങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ നിങ്ങൾ ശക്തിപ്പെടുത്തണം. അപ്പൊ ഗൾഫിൽ നിന്ന് പൈസ കിട്ടിയിട്ട് നാട്ടിലേക്ക് പോയാൽ നമ്മൾ എന്തു ചെയ്യണം? ആ പണം കൊണ്ട് നമ്മുടെ മക്കളിൽ ദീന നിലനിർത്തണം. ഉള്ള ദീന ഇല്ലാതെയായി പോകരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ചുരുക്കി പറയാണ്. നമ്മളിപ്പോൾ എന്താ സംഭവിച്ചു ചോദിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഈ പണമൊക്കെ ആയിട്ട് നാട്ടിലൊക്കെ പോയി മക്കളൊക്കെ ഇപ്പം എന്തായി നല്ല ഉഷാറായി പഠിപ്പിച്ചു. അപ്പം നമ്മൾ പറയണത് ഏർക്ക് മദ്രസ തുടങ്ങിയ 8:15 ഉസ്താദ് എൻ്റെ കുട്ടിനെ വിടണം, ബസ് വരുമോ? സ്കൂൾ 8:15 തുടങ്ങുന്നല്ല, ബസ് വരും 8:15 എന്നാണ് പറയണത്. എന്നിട്ടോ 1.5 മണിക്കൂർ ഈ കുട്ടി ബസ്സിൽ ഇങ്ങനെ നടക്കുക. ഈ കുട്ടി എഴുന്നേറ്റ് പോകുന്നത് എവിടുന്നാ? ഖുർആനിന്റെ മുമ്പിൽ നിന്നാണ്. പരിശുദ്ധമായ ഖുർആന്റെ മുമ്പിൽ നിന്നാണ് കുട്ടി എഴുന്നേറ്റ് പോകുന്നത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഒരാൾക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ അള്ളാഹു അവസരം കൊടുത്തു, എന്നിട്ട് ഖുർആൻ അല്ലാത്ത ഒന്നാണ് ഇതിനേക്കാളും വലുത് എന്നൊരാൾ മനസ്സിലാക്കിയാൽ ഫഖദ് കഫറ ബിഅൻഉമില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചവനാണവൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വളരെ ഗൗരവ. എന്തുകൊണ്ട് ഈ പ്രതിസന്ധി നമ്മൾ ആലോചിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ ഈ ആയത്തിന്റെ അർത്ഥം മാത്രം പറയും ഞാൻ. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രതിസന്ധി എന്ന് നമ്മൾ ആലോചിക്കണം. ഭയങ്കര ഗൗരവമായി ചിന്തിക്കണ്ടേ നമ്മൾ. പ്രവാചകന്മാർ കൊണ്ടുവന്ന കാര്യങ്ങൾ നിങ്ങൾ ശക്തിപ്പെടുത്തി ഓല കൂടെ നിൽക്കണം, റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കണം. അപ്പൊ ഗൾഫിൽ നിന്ന് വലിയ പണക്കാരനൊക്കെ ആയി നാട്ടിൽ ചെന്നിട്ട് ഓൻ കല്യാണം കഴിക്കുമ്പോ ഓൻ ബൊഫെല്ലാം നടത്തണ്ടേ, ഓന്റെ കയ്യിൽ എമ്പാടും പൈസ ഉണ്ട്, വലിയ പന്തല് കെട്ടിയിട്ട് എല്ലാവർക്കും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം. അതാണ് പറഞ്ഞത്. നിന്ന് തിന്നുക എന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചര്യയല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അറബികൾ ചെയ്യുന്നുണ്ടല്ലോ. അറബികൾ ചെയ്യുന്നു എന്നതല്ലല്ലോ ദീനാണ് എന്നതിന്റെ മാനദണ്ഡം അതാണോ? ഒരാൾ നിന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ മരുന്നില്ലാത്ത രോഗം കൊണ്ട് അയാൾ അല്ലാഹു പരീക്ഷിക്കുന്നതാ. നിന്ന് തിന്നാ നിന്ന് കുടിക്കുക ഇതൊരാൾ ശീലാക്കിയ മരുന്നില്ലാത്ത രോഗയാക്ക് വരും. ശരിയാണോ? ഇപ്പൊ അടുത്തൊരു പഠനങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ പരിഹാരമില്ലാത്തൊരു വേദനയുള്ളൂ. ഏത് വേദന? കാലുവേദന. നിങ്ങൾ അങ്ങനെ പറയരുത്. ഏത് വേദന? മുട്ടുവേദനക്ക് എന്താ കാരണം? അല്ലാഹു അലം. പണ്ട് നിങ്ങൾ ഏതെങ്കിലും പള്ളിയിൽ ഒരു 30 കൊല്ലം മുമ്പ് പള്ളിയിൽ ഏതെങ്കിലും ഒരു കസാലെങ്കിലും നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങൾ മിണ്ടില്ലല്ലോ. നിങ്ങൾക്ക് എന്നോട് എന്തോ ദേഷ്യം ഉണ്ടല്ലോ. ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്, നിർത്താൻ. 30 കൊല്ലം മുമ്പ് ഒരു കസാല, ഒരു കസാല ഇല്ലല്ലോ. 5 കൊല്ലം മുമ്പില്ല. ഞാനൊന്ന് അങ്ങോട്ട് നീട്ടിയെറിഞ്ഞതാണ്. ഞാനൊന്ന് അങ്ങോട്ട് നീട്ടി പറഞ്ഞ ശരിയാണ്, ഞാൻ അങ്ങോട്ട് നീട്ടിയെറിഞ്ഞതാണ്. ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് പോയി നോക്കുമ്പോ കുറെ കസാല. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഫിക്സഡ് ചെയറാവും. കാരണം എന്താ? 1ാമത്തെ സഫിലും 2ാമത്തെ സഫിലും ഒക്കെ നിൽക്കണമല്ലോ അധികവും മുട്ടുപണിയായ ആൾക്കാരോ. എന്തേ പണ്ടത്തെ ആൾക്കാർക്ക് മുട്ടുവേദന ഇല്ല? ഇപ്പോഴുള്ള ആളുകൾക്ക് എന്തേ മുട്ടുവേദന വന്നത്? വൈദ്യശാസ്ത്ര വിശുദ്ധരൻ ഈയിടെ പറഞ്ഞു, നിന്ന് വെള്ളം കുടിക്കുന്നവർക്ക്, സ്ഥിരമായത് ചെയ്യുന്നവർക്ക് മുട്ടുവേദന വരാൻ സാധ്യതയുണ്ട്. മൻ അകല ഔ ശരിബ ഖായിമൻ ഇബ്തലാഹു അല്ലാഹു ബിദാഇല്ലാ ദബാഅല. എന്ന് കുടിക്കോ തിന്നോ ചെയ്യുന്ന ആൾക്ക് മരുന്നില്ലാത്ത രോഗം വരും. നമ്മളെ കയ്യിലൊക്കെ പണം കിട്ടിയപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം നമ്മൾ അമേരിക്കക്കാരന്റെ കൂടെ നിന്നിട്ട് നമ്മൾ പറഞ്ഞു ബുഫേ ബുഫേ ബുഫേ.
പന്തലിൻ്റെ ചൂടിലുണ്ടില്ല നിങ്ങൾ. ഇനി ഇരുന്ന് ഭക്ഷണം കൊടുത്താലും ഈ അറബിക് കഹ്വയും ഈത്തപ്പഴും നിന്നിട്ട് കുടിക്കും. പിന്നെണ്ടൊരു സ്വഭാവം, നല്ല പഴുത്ത കൊല ഇങ്ങനെ തൂക്കിയിടും, കൈ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് അല്ലേ, അതിങ്ങനെ പറിച്ചിട്ട് ഓനിങ്ങനെ തിന്നോണ്ടിടും. ആ ഒരു പദം ഞാൻ വിശദീകരിച്ചാൽ നമുക്ക് ഈ സമയം മതിയാവില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിലും പറഞ്ഞ, അള്ളാന്റെ ഹബീബിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാവണം പ്രവാസി. ഇനിയോ നിങ്ങൾ അള്ളാഹുവിന് കടം കൊടുക്കാൻ തയ്യാറാവണേ. എന്തോ ഒരു വർത്താനമാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ തന്ന റബ്ബ് നിങ്ങളെ കടം കൊടുക്കാൻ തയ്യാറാവണേ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ നിങ്ങൾ സ്വതക ചെയ്യാൻ തയ്യാറാവണേ. എമ്പോഴും പൈസ നമ്മളെ കയ്യിൽ തന്നിട്ട് അല്ല പറയാം കുറച്ചങ്ങോട്ട് തരേ. അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യം നിങ്ങൾ ആലോചിക്കില്ല. കൊടുക്കാൻ റബ്ബിന് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. എന്താണ് നല്ല ആരോഗ്യം, നമ്മളെക്കാളും ആരോഗ്യമുള്ള ആൾക്കാരില്ലേ, നമ്മളെക്കാളും പ്രായം കുറച്ചുള്ള സമയത്ത് വീണു പോയവർ, തകർന്നു പോയവർ അല്ലേ, തകർന്നു പോയവരില്ലേ ഉണ്ടല്ലോ. നമ്മളെക്കാളും പ്രായം കുറവാണ്, പക്ഷെ തകർന്നു പോയി ആരോഗ്യം, അവശരായി കിടക്കുന്നവർ. നമുക്ക് ആരായി ആരോഗ്യം നിലനിർത്തി തന്നത്? അല്ലാഹുവാണ്, രാജാതിരാജനായ റബ്ബാണ്. അതിനുള്ള ശുക്ര എന്താ അറിയോ? അധ്വാനിക്കണേന്റെ ഒരു വിഹിതം അല്ലാഹ് ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് വേണ്ടി തിരിച്ചു വെക്കുക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ശ്രദ്ധിച്ചോളൂ. ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ദ്വാരക്കണത്. പ്രതിസന്ധിയാണല്ലോ അല്ലേ? എന്താ പ്രതിസന്ധി? ഒരാളിനോട് പറഞ്ഞു, ഇന്നലെ വിളിച്ചപ്പോൾ 8000 റിയാലുമാണ് ഉസ്താദേ, ഇഖാമൊക്കെ പുതുക്കിയിട്ട് ഒരു മനുഷ്യൻ ഒരു കൊല്ലം ഇവിടെ നിൽക്കണമെങ്കിൽ കഫീലിന്റെ കൊടുക്കേണ്ട പണം വേറെ, അതും പിന്നെ നാട്ടിൽ നിൽക്കണേനും ഇവിടെ വെച്ച് കൊടുക്കണം. അങ്ങനെ ആരോ ഒരാൾ പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടോ പുതിയ നിയമം? എന്താണ് പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്? എന്റെ വക ഞാനൊന്നും പറയുന്നില്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അസ്സദഖ, ദാനധർമ്മങ്ങൾ, തദ്ഫഉ അസ്സദഖതു തദ്ഫഉ 70 ബാബൻ മിനസ്സൂഇ, ദാനധർമ്മങ്ങൾ 70 തിന്മകളുടെ കവാടങ്ങളെ തടഞ്ഞു വെക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദാനധർമ്മം നമ്മൾ ആർക്ക് ചെയ്യണം എന്നറിയോ? ആർക്ക് ചെയ്യണം? നോട്ടീസിൽ ഇങ്ങനെ പേരുണ്ടാവാനാവരുത്. നമ്മൾ ചെയ്യുന്നത് ഒരുപാട് KMCCയുടെ സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ടാകും, നേതാക്കളുണ്ടാകും. നമ്മൾ ചെയ്യുന്നത് ഒരു വോട്ടിന് പോലുമാകരുത്. വോട്ട് ചിലപ്പോൾ കിട്ടൂല, അതാ രസം. വോട്ടിട്ടില്ല. നമ്മൾ 99 ഗുണം ചെയ്തെടുത്തോ. ഒരുത്തനോട് പോയിട്ട് നിങ്ങൾ പറയണ്ടേ ഇനി നമ്മളെ പാർട്ടിക്ക് ആയിക്കോട്ടെ, അവൻ പറയും പോടാ നമുക്ക് 99 ഗുണം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. മുസൽമാന്റെ അവന്റെ ആശ്വാസ പ്രവർത്തനങ്ങളൊന്നും തെറിച്ചു പ്രതിഫലത്തിനാവരുത്. ദാനധർമ്മങ്ങൾ 70 തിന്മയുടെ കവാടങ്ങളെ തടഞ്ഞു വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ വാക്കാണിത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചെയ്യാ? നല്ലോ ദാനധർമ്മം ചെയ്തിട്ട് ദ്വാരക്ക റബ്ബിനോട്. അപ്പോൾ അല്ലാഹു പ്രതിസന്ധികൾ നീക്കി തരുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു വാക്ക് കേട്ടോളൂ നിങ്ങൾ. അത് നിങ്ങൾക്ക് സമ്മാനമായിട്ട് സമർപ്പിച്ചിട്ട് ഈ വിഷയം തീർന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ ഹദീസ് കൂടി നിങ്ങൾക്ക് സമ്മാനമായി ഞാൻ സമർപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സദഖതു തദ്ഫഉ മീതതസ്സൂഇ, ദാനധർമ്മങ്ങൾ മോശമായ മരണത്തെ ഇല്ലാതെയാകും എന്ന് മുഹമ്മദ് മുസ്തഫ. ദാനധർമ്മം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും കൊടുക്കാന്നല്ല, ധർമ്മം ശീലാക്കുക. ദാനധർമ്മം ശീലമാക്കുക. ശീലാക്കുക എന്ന് എപ്പോഴാ പറയല്? നിങ്ങൾ മിണ്ടില്ലേ? ശീലാക്കുക എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അത് ചെയ്യാം. സ്ഥിരമായി ഒരാൾ ചെയ്യുന്ന ആളാണ്, അതാണ് ശീലം. ഒരാൾ ദാനധർമ്മത്തെ ശീലമാക്കിയാൽ അയാൾക്ക് മോശമായ മരണമേ ഉണ്ടാവുകയില്ല എന്ന് ലോകത്തിന്റെ ഗുരു സാക്ഷ്യപ്പെടുത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എന്റെ അനുഭവത്തിൽ ഒരാൾ, അയാളിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ട്, ഭയങ്കര ധർമ്മിഷ്ഠനാണ്. ധർമ്മിഷ്ഠൻ എന്ന് പറഞ്ഞാൽ നല്ല വിഷയത്തിന് മാത്രമേ കൊടുക്കൂ, അതാ രസം.
കണ്ണൂർ ജില്ലക്കാരനാണ്. ഞാൻ ആ സ്ഥലം പോലും പറയില്ല, പറഞ്ഞാൽ കണ്ണൂർ ജില്ലക്കാർക്ക് തിരിയുവാളെ. ഭയങ്കര ധർമ്മിഷ്ഠനാണ് അയാൾ. വാരിക്കോരി കൊടുക്കും. അതോ പള്ളിക്ക് മദ്രസക്ക് ആ ഭാഗത്ത് ഏത് ഭാഗത്ത് ഇപ്പോൾ ഉറൂസിന്റെ ആളുകൾ വന്നു നോക്കാം, ഓല് പറയും ഉറൂസിന്റെ ചെലവ് ഞാൻ ഏറ്റെടുത്തോളും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നിസ്കരിക്കൂല, ഭയങ്കര ധർമ്മമാണ്. എന്താവൂല, തീരെ നിസ്കരിക്കൂല. ഞാൻ പരിചയമുണ്ട് എന്ന് ചില ആളുകൾ അറിഞ്ഞുകൊണ്ട് എന്നോട് നമ്മൾ നല്ല ബന്ധുവാണ്. എന്നോട് ഉസ്താദെ, ആ നാട്ടുകാരും പറയും എങ്ങനെങ്കിലും അയാളൊന്ന് നിസ്കരിപ്പിക്കണം ഉസ്താദെ, എന്തോ ഒരു നല്ല മനുഷ്യൻ. അങ്ങനെയാണ്. പള്ളിക്ക് മദ്രസക്ക് കൊടുക്കും. ഒരിക്കൽ ഏതോ ഒരു ഫുട്ബോളിന് ആൾക്കാർ എന്നിട്ട് എന്തോ സംഭാവന വെച്ചോ പറഞ്ഞു, ആ ജാതി പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല, ദീനേ കൊടുക്കും. എന്നോട് പറയും ചെയ്യും, കണ്ട ഉസ്താദെ ഇതൊക്കെ ഇപ്പൊ എന്തിനെ കൊണ്ടാണ്, മൂക്കിൽ പഞ്ഞി വെച്ചാ പിന്നെ മനുഷ്യൻ ഇതൊക്കെ ആവശ്യമുണ്ടോ, ഇതൊക്കെ അള്ളാഹ്ക്ക് കൊടുക്കാന്നല്ലാതെ അത് പറയും. പക്ഷെ എന്താവൂല ആ നാട്ടുകാർക്കും ഭയങ്കര ടെൻഷൻ. അവർക്ക് പള്ളിന്റെ ആളുകൾ പോയി, പള്ളിയോട് ചേർന്നുള്ള സ്ഥലം ഇയാളെ സ്ഥലം, പള്ളി വികസിപ്പിക്കണം, സ്ഥലമില്ല പള്ളിക്ക്. സ്ഥലം ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ ഇവര് ചെന്നിട്ട് പേടിച്ചിട്ടാ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പള്ളി വികസിക്കണം താല്പര്യമുണ്ട്, നിങ്ങൾ ആ സ്ഥലം ഒരു 5 സെന്റ് നമുക്ക് തന്നാൽ എന്താ വില വേണ്ടി വെച്ചാൽ തരാം. അയാൾ പറഞ്ഞു, വില നിങ്ങൾക്ക് ഇതൊക്കെ തന്നാൽ അള്ളാഹ്ക്ക് നിങ്ങൾ സ്ഥലം ചോദിക്കുമ്പോൾ വില തരേ, നിങ്ങൾക്ക് എത്ര വേണ്ടി വെച്ചെടുത്തോളൂ, എൻ്റെ ശേഷമെല്ലാം മതി നിങ്ങൾക്ക്. പക്ഷേ അയാൾ ആ പള്ളിയിൽ പോലും കയറിയിട്ടില്ല. അയാളോട് ചോദിക്കണം ആ പള്ളിന്റെ അവലെവിടെന്ന് വെച്ചാൽ തിരിയില്ല. പക്ഷെ ഭയങ്കര ധർമ്മിഷ്ഠനാണ്. ഇയാളുടെ പള്ളിയിൽ അയാൾ എന്ത് ചെയ്തു, വീടുണ്ടാക്കിയപ്പോൾ അയാളുടെ വീടിന്റെ അടുത്താണ് പള്ളി വീടിനേക്കാളും ചെറുതായി പോയി. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു പറയും, എന്റെ വീട് പള്ളിന്റെ മേലെ പാടില്ല. അയാൾ പള്ളി പള്ളിയാണ് വലുതാക്കിയിട്ട് മിനാറാണ് പൊക്കിയാണ്. എന്നിട്ട് അയാൾ വീട് പള്ളിയുടെ താഴെ, പള്ളി മുകളിൽ. എന്നോട് നേരിട്ട് പറഞ്ഞ, പള്ളിന്റെ താഴെ അതിൻ്റെ വീട്, പള്ളിന്റെ മേലേക്ക് എൻ്റെ വീട് വേണ്ട. പക്ഷേ ആ നാട്ടിലെ ഖത്തീബിന്റെ സുഹൃത്താ, അയാൾ എന്നോട് പറയും, സാറേ നിങ്ങൾ മക്കത്ത് പോകുമ്പോൾ ദ്വാരക്കണം, ആ സാധു എങ്ങനെയെങ്കിലും നിസ്കരിച്ചിട്ടാ, ഇങ്ങനത്തെ ഒരു മനുഷ്യൻ നരകത്ത് പോകുന്നുള്ള ഞമ്മക്ക് തന്നെ സഹിക്കാൻ കഴിയൂല. നാട്ടുകാരും പറയും. ഒരിക്കൽ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള സമയം ഏകദേശം ആയപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ചെന്നു. സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ പറയാലോ, എന്നാ പിന്നെ ജമാഅത്തിന്റെ സമയം നമ്മൾ പോവല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പോരല്ലോ. ഇടയ്ക്ക് ഞാൻ ആരോട് പറയലുണ്ട്, എനിക്ക് നിങ്ങളെ കൂടെ ഒരു ഉംറ ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു 15 ദിവസം മക്കത്ത് കൂടുന്ന നിസ്കരിച്ചാൽ പിന്നെ ആരാ നിസ്കരിക്കാതൊക്കെയാണ്. അപ്പൊ ഞാൻ അതിന് പറയും, എനിക്ക് നിങ്ങളെ കൂടെ ഒരു ഉംറ ചെയ്യാൻ പോകുന്നുണ്ട്, അങ്ങോട്ട് പറയും. അങ്ങനെ ഒരിക്കൽ അങ്ങനെ ചെന്ന് നിസ്കരിച്ച് ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ നിസ്കരിക്കല്ലേ എന്ന്. അപ്പം എന്നോട് ഉസ്താദെ നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് വേറെ ഒക്കെ പോകേണ്ടതാണ്. അപ്പോൾ പോലും പള്ളിയിൽ കയറിയില്ല ഇയാൾ. ഞാൻ ഈ പള്ളിയിലെ ഖത്തീബിനെ കാണുമ്പോൾ ഇടക്കിടക്ക് ഞാൻ ഈ ഹദീസിന്റെ എൻ്റെ കൺമുമ്പിൽ പുലർന്നൊരു സത്യം പറയാൻ ഞങ്ങൾ, ഞാൻ ഈ ഇടക്കിടക്ക് ഖത്തീബിനെ കാണുമ്പോൾ ചോദിക്കും, ഉസ്താദെ നമ്മളാളെ കാര്യം എന്തായിന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും, ഉസ്താദെ അങ്ങനെ തന്നെ നിങ്ങൾ ദ്വാരക്കെന്ന്. ആ നാട്ടുകാർ എന്താ ആവശ്യമുണ്ടെങ്കിലും ഉപ്പരുടെ പറയാം, ഒക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, മരിക്കണതിന് മുമ്പ് 100 കുട്ടികളെ കെട്ടിക്കണം ഉസ്താദെ, എനിക്ക് എനിക്ക് സ്വർഗം തരൂലേന്ന് ചോദിച്ചു. എനിക്ക് തരൂല അറിയാൻ പറ്റുമോ? ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ഒരാളെ നമ്മൾ ബേജാറാക്കിയിട്ട് പിന്തിരിപ്പിക്കാൻ പാടില്ലല്ലോ. എന്നോട് ചോദിച്ചു, എനിക്ക് അല്ലാഹ് സ്വർഗം തരൂലേന്ന് ചോദിച്ചു. ഞാൻ എന്ത് പറയാൻ? പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ഇടയായി ഞാൻ ആ പള്ളിയിലെ ഖത്തീബിനെ കണ്ടു. പരിശുദ്ധമായ റമദാനിന്റെ മാസങ്ങൾക്ക് മുമ്പ് പള്ളിയിലെ ഖത്തീബിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളാളെ വർത്താനം എന്തുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ അത്ഭുതം, അയാൾ സുബ്ഹിയുടെ മുമ്പേ പള്ളിയിൽ വരും, തഹജ്ജുദ് നിസ്കരിക്കാൻ പള്ളിയിൽ വരും, 5 വക്ത നിസ്കാരത്തിനും ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അസ്സദഖതു തദ്ഫഉ മീതതസ്സൂഇ, ഒരാൾ ദാനധർമ്മം ശീലമാക്കിയാൽ അയാൾക്ക് മോശമായ മരണമേ ഉണ്ടാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അത് അള്ളാനെ വിചാരിച്ചു കൊടുക്കണം. എന്റെ റബ്ബിന്റെ കയ്യിൽ തന്നതാണ്, കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ കൊടുത്ത കുറെ ആളുകളുണ്ട്, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. എത്ര ആളായി? 38 ആള് ഫുള്ള് കിട്ടിയെന്നാൽ മൊത്തം ഒരു 50 ആയാല് ഒരു 33% ആവും അല്ലേ? 25% ആവുള്ളൂ. അവൻ്റെ കണക്ക് തെറ്റിയതാണ്. ശരി, വലുത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വേഗം പിരിയും. ആയിക്കോട്ടെ. ഇനി ഒരാളെ ചെയ്യാൻ പറ്റൂലെങ്കിൽ അരയാളെ ചെയ്യാൻ പറ്റില്ല, കാലാളെ. മനസ്സിലായില്ലേ? ഇനി ഒരു 3 അര ആളുകൾ കൂടിയാൽ ഒരാൾ കൊടുക്കാൻ കഴിയും. 3 അര ആളുകൾ തന്നെ 100 100 100 50 അങ്ങനെയൊക്കെ ചെയ്യാം.
വിഷയം അറിയാത്തവരുണ്ട്. ശരി, നമ്മളെ ഹജ്ജിനായി വഴിയെ വന്ന ആളുകൾക്ക് വേണ്ടി പറയാണ്, ഹജ്ജിന് വളണ്ടിയേഴ്സായി ഭയങ്കര സേവനാണ്, ഭയങ്കര സേവനാണ്. നേരത്തെ സുബൈർ സാഹ് പറഞ്ഞില്ലേ, ആ പ്രതിസന്ധി ഘട്ടത്തിലുണ്ട് ഒരു ദുആ. ആ ദുആ കിട്ടിയാൽ കിട്ടിയാലും കഴിച്ചില്ല, അയാളെ പറഞ്ഞേച്ചാലും കഴിച്ചില്ല. അറഫേന്ന് നേരെ വന്നിട്ട് മിനയിൽ മുസ്ദലിഫയിൽ കൂടുന്നിട്ട് ബസ്സാണ് പോലാണല്ലോ. ആരെ ഈ മുസ്ദലിഫ കൂടുന്നിട്ടുണ്ട്? കയ്യും കാലും ഒക്കെ പഞ്ചറായ മനുഷ്യന്മാർ വരെ കൂട്ടില്ല, ഒരു അടി പോലും നടക്കാൻ കഴിയാത്തവരും പോലും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് വീൽ ചെയറുമായി നമ്മുടെ പ്രവർത്തകർ, വിഖായെ പോലെയുള്ള KMCC ഒക്കെ അടക്കമുള്ള ഒരുപാട് സംഘടനകളുണ്ട്, പറഞ്ഞേക്കുന്നവർ. എല്ലാവരുടെയും നിയ്യത്ത് അല്ലാഹു നല്ല രീതിയിലാക്കട്ടെ, എല്ലാവർക്കും അല്ലാഹു പ്രതിഫലം നൽകട്ടെ. ഓലിങ്ങനെ വീൽ ചെയർ ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് അതിൽ കയറ്റി ഇരുത്തി ഉന്തി 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 മിനയിലെ ടെന്റിൽ കേൾക്കുന്ന സമയത്തുണ്ട് ഒരു വർത്താനം, മോനെ മോനെ, ഒരു വിളിയുണ്ട്, മനസ്സ് തട്ടിയിട്ടുള്ള വിളിയാണ്. മോനെ, ഞാൻ അനുഭവിച്ച വിളിയാണ്. 50 ആളിയിട്ട് ഞാൻ പോരാണ്. മുസ്ദലിഫയിൽ നിന്ന് നടന്ന് മിനയിലെ ടെന്റിലേക്ക് വരാൻ ഒരു ടേണിങ് കഴിഞ്ഞു കയറണം മിനയിലെ ടെന്റിലേക്ക്. 50 ആളുണ്ട് എൻ്റെ കൂടെ. അന്ന് എൻ്റെ ഭാര്യയുടെ അമ്മായി ഉണ്ട് കൂടെ. ഒരാൾ കൈമൽ തൂങ്ങിയാണ്, വേറൊരാള് ഇപ്പുറത്തെ കൈമലുണ്ട്, ഒരാൾ ഊരക്ക് പിടിച്ചാണ്, വേറൊരാള് ഇഹ്റാമിന്റെ തുണി പിടിച്ചാണ്. ഇങ്ങനെയൊക്കെ പോരുന്നത്, കാരണം ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഈ ടേണിങ് ഇങ്ങോട്ട് വളഞ്ഞ സമയത്ത് അതുവരെ 50 ആളും നമ്മളൊപ്പമുണ്ട്. ഈ ടേണിങ് ഇങ്ങോട്ട് വളഞ്ഞപ്പോൾ ഒരു തള്ളു വന്നപ്പോൾ 50 ആളും സ്പ്ലിറ്റായി പോയി. എവിടെ? ഞാനപ്പോൾ ചിന്തിച്ചു പോയി, റബ്ബേ മഹ്ശറയുടെ അവസ്ഥ എങ്ങനെയാകും എന്ന് ചിന്തിച്ചു. ഞാൻ ബേജാറായി. എൻ്റെ കൂടെ പിന്നെ കിട്ടിയത് എനിക്ക് 18ഓളം ആളുകളെയാണ്. ആ കിട്ടിയ ആൾ ഞാൻ ടെൻഡിലാക്കിയിട്ട് രണ്ടാമത് ഞാൻ തിരിച്ചു വന്നു തിരയാൻ. കാണാനില്ലല്ലോ ബാക്കിയുള്ള ആളുകളെ. തിരയാൻ വേണ്ടി വന്നപ്പോണ്ട് ഒരു പെണ്ണ് ഇരുന്ന് പൊട്ടി കരയുന്നു. അത് നമ്മുടെ കൂട്ടത്തിലുള്ള പെണ്ണല്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു, കാസർഗോഡുകാരിയാണ്, ഗവൺമെൻറ് കോട്ടയിൽ വന്ന പെണ്ണാണ്. ആ പെണ്ണ് കരഞ്ഞതെന്താ? ഒരു 3 ആളുണ്ട്, പെണ്ണും 4 ആൾ, പെണ്ണും ഭർത്താവും വാപ്പയും ഉമ്മയും 4 ആളാണ്. ഈ 4 ആളെയും കാണില്ല. ഞങ്ങൾ പെട്ട ഇതേ തിരക്കിൽപ്പെട്ടതാണ്. പെണ്ണ് വാവിട്ട് കരയുന്നുണ്ട്, പൊട്ടി കരയാണ്. ഞാൻ ചിന്തിച്ചു നോക്കി, ഞാൻ അങ്ങനെ ആലോചിച്ച് ഞങ്ങളങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വളണ്ടിയർ വരുന്നു, ആശ്വസിപ്പിക്കുന്നു. ആശ്വാസത്തിന്റെ ഒരു വാക്കുപോലും പ്രപഞ്ചനാഥനായ അല്ലാഹു രേഖപ്പെടുത്തുന്ന മണ്ണാണ് ആ മണ്ണ്. അങ്ങനെയുള്ള ഒരു വളണ്ടിയറെ നിങ്ങളുടെ പ്രതിനിധിയായി പറഞ്ഞേക്കണമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സമയമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് ആ വളണ്ടിയറെ ചെലവ് നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഈ 5 ദിവസത്തിന് അവർക്ക് ഭക്ഷണം, താമസം, അല്ലേ എന്തൊക്കെയിൽ വരിക? ഭക്ഷണം, താമസം, യാത്ര, ഇതിനൊക്കെ കൂടി ഒരാൾക്ക് വരുന്നത് 350 റിയാലാണ്. 350 റിയാൽ. ആരെങ്കിലും ഒരാളെ ഏറ്റെടുക്കുക. അപ്പൊ 38 ആളുകളെ ടോട്ടൽ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്.